Good morning, all. News എടുത്തത് എല്ലാവരും നോക്കിയോ? എല്ലാവരും നോക്കിയോ? ന്യൂസ് എടുത്തത് മിസ് എടുത്തത് നമ്മൾ ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് ആണല്ലേ എടുത്തുകൊണ്ടിരിക്കുന്നത്. നോക്കിയോ എല്ലാവരും? ക്ലിയർ ആണോ? ഓക്കെ, നെക്സ്റ്റ് ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് മുതലല്ലേ മിസ്സിന് സ്റ്റാർട്ട് ചെയ്യാനുള്ളത് അല്ലേ? ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് അല്ലേ? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ മസ്റ്റ് എൻഷുർ ഫുൾ എടുത്തല്ലേ മിസ് കഴിഞ്ഞ ദിവസം? സ്റ്റാൻഡേർഡ് SOP വരെ എടുത്തല്ലേ? നെക്സ്റ്റ് ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് എന്താണ്? ഗുണനിലവാര സൂചകങ്ങൾ. അതായത് ഒരു ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിലെ പ്രവർത്തനങ്ങൾ അല്ലെ, ഓപ്പറേഷൻസ് എന്താണ്, നല്ല ക്വാളിറ്റി ഉള്ളതാണോ എന്ന് നിശ്ചയിക്കുന്നതിനുള്ള ഗുണനിലവാര സൂചകങ്ങൾ എന്തെല്ലാമാണ് അല്ലെ? അപ്പൊ നോക്കിയേ, ഫസ്റ്റ് വരുന്നത് അൺപ്ലാനഡ് റീ അറ്റൻഡൻസ് റേറ്റ് എന്ന് വെച്ചാല് ഒരു പേഷ്യന്റിനെ നമ്മുടെ ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ കൊണ്ടുവന്നതിന് ശേഷം അവർക്ക് ആവശ്യമായിട്ടുള്ള ട്രീറ്റ്മെന്റുകളൊക്കെ കൊടുത്തതിന് ശേഷം അവരെ നമ്മൾ എന്ത് ചെയ്യും? ഇപ്പൊ അവരെ നമ്മ റൂമിലേക്കോ അല്ലെങ്കിൽ വാർഡുകളിലേക്കൊക്കെ മാറ്റൂലേ അല്ലേ? ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിലെ ക്രിട്ടിക്കൽ സ്റ്റേജിലുള്ള അല്ലെങ്കിൽ എമർജൻസി സിറ്റുവേഷനിലുള്ള ഒരു പേഷ്യന്റിനെ കൊണ്ടുവന്നു നമ്മ അവർക്ക് ആവശ്യമായിട്ടുള്ള അല്ലെ, അവർക്ക് ആ ഒരു സ്റ്റെബിലിറ്റി, ഹെൽത്ത് സ്റ്റെബിലിറ്റി കിട്ടുന്നതിന് ആവശ്യമായുള്ള ട്രീറ്റ്മെന്റുകളും സർവീസുകളൊക്കെ കൊടുത്തതിന് ശേഷം നമ്മ അവരെ മാറ്റില്ലേ, ഷിഫ്റ്റ് ചെയ്യും അല്ലേ? ഒന്നില്ലെങ്കിൽ അവരെ ഡിസ്ചാർജ് ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, റൂമുകളിലേക്കോ അല്ലെങ്കിൽ വാർഡുകളിലേക്കോ ഒക്കെ മാറ്റില്ലേ? അപ്പൊ അതിനുശേഷം അവർക്ക് വീണ്ടും എന്താണ്, ഒരു ക്രിട്ടിക്കൽ സിറ്റുവേഷൻ ക്രിട്ടിക്കൽ സിറ്റുവേഷൻ വരുന്നതിനെയാണ് അൺപ്ലാനഡ് റീ അറ്റൻഡൻസ് റേറ്റ് എന്ന് പറയുന്നത് അല്ലെ? ഇപ്പൊ ഒരു പേഷ്യന്റിനെ നമ്മൾ ICUലാണ് കിടത്തിയിരിക്കുന്നത്, ഇന്റൻസീവ് കെയർ യൂണിറ്റിലേക്ക്. അപ്പൊ അവിടെ സ്റ്റേബിൾ ആയതിനു ശേഷം നമ്മൾ അവരെന്ത് ചെയ്യും, ICUലൊക്കെ കിടത്തി സ്റ്റേബിൾ ആയതിനു ശേഷം നമ്മൾ അവരുടെ വാർഡിലേക്കോ റൂമുകളിലേക്കോ ഷിഫ്റ്റ് ചെയ്യും അല്ലെ? ഷിഫ്റ്റ് ചെയ്തതിന് ശേഷം അവർക്ക് വീണ്ടും ക്രിട്ടിക്കൽ സിറ്റുവേഷൻ വരുന്ന സമയത്ത് നമുക്ക് വീണ്ടും ICUലേക്ക് മാറ്റേണ്ടി വരില്ലേ, ട്രാൻസ്ഫർ ചെയ്യേണ്ടി വരില്ലേ, ഷിഫ്റ്റ് ചെയ്യേണ്ടി വരില്ലേ? അപ്പൊ ആ ഒരു സിറ്റുവേഷനെയാണ് എന്താണ് അൺപ്ലാനഡ് റീ അറ്റൻഡൻസ് റേറ്റ് എന്ന് പറയാം. നമ്മൾ പ്ലാൻ ചെയ്യാണ്ട് വീണ്ടും അവർക്ക് വരാണ് അല്ലെ, ഒരു ബുദ്ധിമുട്ട് വരല്ലേ? നമ്മ പ്ലാൻ ചെയ്യാതെ അല്ലെ? ഇപ്പൊ നമ്മ എന്താണ്, ഒരു പേഷ്യന്റിന് നോർമലായി അവർ സ്റ്റേബിൾ ആയി കഴിഞ്ഞാൽ നമ്മ എന്താണ് അവിടുത്തെ ഡോക്ടേഴ്സും നഴ്സുമാരും പ്രതീക്ഷിക്കുന്നത്, ഇനി അവർക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ടില്ലേ നമ്മ അവിടെ നിന്ന് ഷിഫ്റ്റ് ചെയ്യുന്നത് അല്ലേ? ആണോ? ആണ് അല്ലെ? അപ്പൊ അതെന്താണ്, വീണ്ടും നമ്മ പ്രതീക്ഷിക്കാതെ അവർക്ക് വീണ്ടും എന്തെങ്കിലും എമർജൻസി സിറ്റുവേഷൻ വന്നിട്ട് അവരെ വീണ്ടും നമ്മ ICUലേക്കോ അല്ലെങ്കിൽ എമർജൻസി ഡിപ്പാർട്ട്മെന്റിലേക്കോ അഡ്മിറ്റ് ആക്കുന്നതിനെയാണ് അൺപ്ലാനഡ് റീ അറ്റൻഡൻസ് റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ?
ഒരു പേഷ്യന്റിനെ കൊണ്ടുവന്ന് അവർക്ക് ആവശ്യമായിട്ടുള്ള ട്രീറ്റ്മെന്റുകളൊക്കെ കൊടുത്ത് അവർ സ്റ്റേബിൾ ആയതിനു ശേഷം നമ്മൾ അവിടെ നിന്ന് ഷിഫ്റ്റ് ചെയ്തതിനു ശേഷം അവർക്ക് വീണ്ടും ഒരു ക്രിട്ടിക്കൽ സിറ്റുവേഷൻ വരുന്നതിനെയാണ് അൺപ്ലാനഡ് റീഅറ്റൻഡൻസ് റേറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് ടോട്ടൽ ടൈം സ്പെൻഡ് ഇൻ എമർജൻസി ഡിപ്പാർട്ട്മെന്റ്. ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് കേട്ടോ. എന്താണ് നമുക്കറിയാം, നമ്മൾ ഒരു പേഷ്യന്റിനെ ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ കാഷ്വാലിറ്റിയിലേക്ക് പ്രവേശിപ്പിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് ട്രീറ്റ്മെന്റ് കൊടുക്കണം അല്ലേ? വേണ്ടേ? ഒരുപാട് സമയം എടുക്കാൻ പാടുണ്ടോ? ഇല്ല അല്ലെ? അവർക്ക് വേണ്ട ട്രീറ്റ്മെന്റുകൾ നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് കൊടുക്കണം അല്ലെ? അപ്പൊ ഇതിൽ പറയുന്നത് എന്താ? ടോട്ടൽ ടൈം സ്പെൻഡ് ഇൻ എമർജൻസി ഡിപ്പാർട്ട്മെന്റ് അല്ലെ? നമ്മൾ എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ എത്ര സമയം ചിലവഴിക്കേണ്ടി വന്നിട്ടുണ്ട് അല്ലെ? നമുക്ക് ട്രീറ്റ്മെന്റിന്റെ വേണ്ട സമയം കൂടുന്നതിനനുസരിച്ചല്ലേ നമ്മൾ എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ ചെലവാക്കുന്ന സമയം വരുന്നത് അല്ലെ? നമുക്ക് ട്രീറ്റ്മെന്റിന് വേണ്ട സമയം നീളുന്നതിനനുസരിച്ച് നമ്മൾ അവിടെ ചെലവാക്കുന്ന സമയവും കൂടില്ലേ? ആണോ? ആണ്. അപ്പൊ എന്താണ് പറയുന്നത്? എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ നമ്മൾ എത്ര സമയം, ടോട്ടൽ എത്ര സമയം, ആകെ എത്ര സമയം നമുക്ക് ചെലവഴിക്കേണ്ടി വന്നിട്ടുണ്ട്. നെക്സ്റ്റ് പറയുന്നത് എന്താണ്? ലെഫ്റ്റ് വിത്തൗട്ട് ബീയിങ് സീൻ അല്ലെ? ചില സിറ്റുവേഷനിൽ നമ്മൾ എന്താണ്, ഒരു ഹോസ്പിറ്റലിൽ നമ്മൾ എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ അല്ലെങ്കിൽ കാഷ്വാലിറ്റിയിലെ പേഷ്യന്റിന് പ്രവേശിപ്പിച്ചു കഴിഞ്ഞാല് അവിടെ ശരിയായ ഡോക്ടേഴ്സ് ഇല്ല, അല്ലെങ്കിൽ എന്താണ്, കിട്ടിയ ട്രീറ്റ്മെന്റുകൾ ഗുണനിലവാരമില്ല, അതിൽ എന്തെങ്കിലും അപാകത തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? പേഷ്യന്റിനെ വേറെ ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യോ? ഡോക്ടറെ കാണാത്ത സിറ്റുവേഷൻ, നമുക്ക് ചെല്ലുന്ന സമയത്ത് ഒരു ഡോക്ടർ, എമർജൻസി ഡിപ്പാർട്ട്മെന്റ് ഡോക്ടർ ഇല്ലാത്തത് മൂലമോ അല്ലെങ്കിൽ നമുക്ക് അവിടെ നിന്ന് കിട്ടിയ ട്രീറ്റ്മെന്റുകൾ അല്ലെങ്കിൽ സർവീസുകളുടെ ഗുണനിലവാരം പോരാ എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ അവിടെ നിന്ന് എന്ത് ചെയ്യും? വേറെ ഹോസ്പിറ്റലിലേക്ക് പോവില്ലേ? അപ്പൊ അതാണ് ലെഫ്റ്റ് വിത്തൗട്ട് ബീയിങ് സീൻ എന്ന് പറയുന്നത്. നമ്മുടെ ഡോക്ടറെ കാണാതെയോ അല്ലെങ്കിൽ എന്താണ്, നമുക്ക് കിട്ടിയ ട്രീറ്റ്മെന്റുകളിൽ അല്ലെങ്കിൽ സർവീസുകളിൽ നമുക്ക് എന്താണ് ഗുണനിലവാരമോ അല്ലെങ്കിൽ നമുക്ക് ആ ഒരു സർവീസ് പോരാ എന്ന് തോന്നിക്കഴിയുമ്പോൾ നമ്മൾ അവിടെ നിന്ന് പോകുന്നതിനെയാണ് ലെഫ്റ്റ് വിത്തൗട്ട് ബീയിങ് സീൻ അല്ലെ? അപ്പൊ ഇതൊക്കെ എന്താണ് ശരിക്കും പറഞ്ഞാല് ക്വാളിറ്റിയെ സൂചിപ്പിക്കുന്നതാണ് അല്ലെ? ഒരു ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിലെ ഗുണനിലവാരത്തെ സൂചിപ്പിക്കുന്നതല്ലേ? ഒരുപാട് സമയം ചെലവാക്കേണ്ടി വരിക, അൺപ്ലാനഡ് ആയിട്ട് വീണ്ടും ആ പേഷ്യന്റ് ഒരു ക്രിട്ടിക്കൽ സിറ്റുവേഷൻ ആഗതമാകുക, അല്ലെങ്കിൽ എന്താണ്, ഡോക്ടറെ കാണാതെയോ അല്ലെങ്കിൽ നമുക്ക് അവിടെ നിന്ന് കിട്ടുന്ന സർവീസുകൾ പോരാ എന്ന് തോന്നി നമ്മൾ അവിടെ നിന്ന് പോകുന്നത് അല്ലേ? ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് ഇതൊക്കെ ഒരു പോരായ്മയല്ലേ? ആണോ? ആണല്ലേ? അപ്പൊ നെക്സ്റ്റ് പറയുന്നത് എന്താണ്? ടോട്ടൽ ടൈം ടു ഇനീഷ്യൽ അസസ്മെന്റ്. ഇനീഷ്യൽ അസസ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രാഥമിക വിലയിരുത്തൽ അല്ലെ? നമ്മൊരു ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിൽ ചെന്ന് കഴിഞ്ഞാലും അല്ലെങ്കിൽ നമ്മൊരു ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ ചെന്ന് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഡോക്ടർ ആ രോഗിയെ പ്രാഥമികമായിട്ടൊന്ന് വിലയിരുത്തുമല്ലോ. ഇതിക്ക് മുമ്പ് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നിട്ടുണ്ടോ അല്ലെ? അവരുടെ ഹെൽത്ത് കണ്ടീഷൻ എങ്ങനെയാണ് അല്ലെ? അല്ലെങ്കിൽ അവർ കണ്ടിന്യൂസ് ആയിട്ട് എന്തെങ്കിലും മരുന്നുകൾ കഴിക്കുന്ന ആളാണോ അല്ലെ? അവർക്ക് BP സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ ഉണ്ടോ, ഷുഗർ ഉണ്ടോ അല്ലെ? അങ്ങനെ നമുക്കൊരു പ്രാഥമിക വിലയിരുത്തൽ നടത്തില്ലേ ഡോക്ടർ ചെക്കപ്പുകൾ ചെയ്യുന്നതിന് മുമ്പ്? അലർജി പ്രോബ്ലം ഉണ്ടോ അല്ലെ? അപ്പൊ എന്താണ്, ആ ഒരു ഇനീഷ്യൽ അസസ്മെന്റിന് വേണ്ടിയിട്ട്, ആ ഒരു പ്രാഥമിക വിലയിരുത്തലിന് വേണ്ടിയിട്ട് എത്ര സമയം ചെലവഴിച്ചിട്ടുണ്ട് അല്ലെ? പ്രാഥമിക വിലയിരുത്തൽ ഒരു ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിലെ ഇനീഷ്യൽ അസസ്മെന്റ് ഒക്കെ എങ്ങനെയായിരിക്കണം? ഒരു ചെറിയ സമയം എടുത്തിട്ടായിരിക്കണം അല്ലെ ചെയ്യേണ്ടത് അല്ലെ? അതൊക്കെയാണ്. നെക്സ്റ്റ് പറയുന്നത് ടൈം ടു ട്രീറ്റ്മെന്റ് അല്ലെ? ട്രീറ്റ്മെന്റിന് വേണ്ടി, നമുക്ക് ചികിത്സ തരുന്നതിന് വേണ്ടി എത്ര സമയം എടുത്തിട്ടുണ്ട് അല്ലെ? ഇതാണ് ടൈം ടു ട്രീറ്റ്മെന്റ്. എന്താണ്, നമ്മൾ പറഞ്ഞു ഒരു കാഷ്വാലിറ്റിയിൽ എമർജൻസി ട്രീറ്റ്മെന്റ് കൊടുക്കണം അല്ലെ? പേഷ്യൻസിന് ഒരു ടൈം ലാഗും കൂടാതെ അല്ലെ അവർക്ക് വേണ്ട എമർജൻസി ട്രീറ്റ്മെന്റുകൾ പ്രൊവൈഡ് ചെയ്യുക. നെക്സ്റ്റ് പറയുന്നത് എന്താണ്? സർവീസ് എക്സ്പീരിയൻസ്. ആ ഒരു എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ നിന്നുള്ള നമ്മുടെ എക്സ്പീരിയൻസ്, സേവന പരിചയം എങ്ങനെയായിരിക്കണം? സാറ്റിസ്ഫൈഡ് ആയിരിക്കണം അല്ലെ? ആ ഒരു കാഷ്വാലിറ്റി ഡിപ്പാർട്ട്മെന്റിലെ സർവീസുകളിൽ നമ്മൾ സാറ്റിസ്ഫൈഡ് ആയിരിക്കണ്ടേ? തൃപ്തരായിരിക്കണം അല്ലേ? ആണോ?
നമ്മൾ തൃപ്തരല്ലെങ്കിൽ, നോട്ട് സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ അവിടെ ക്വാളിറ്റി ഉണ്ടോ? നമ്മൾ നോട്ട് സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ ആ ഒരു എമർജൻസി ഡിപ്പാർട്ട്മെന്റിലെ പ്രവർത്തനങ്ങളിലെ ക്വാളിറ്റി ഉണ്ടോ? ഗുണനിലവാരമുണ്ടോ? ഇല്ല അല്ലെ? അപ്പൊ എന്താണ്, സർവീസ് എക്സ്പീരിയൻസും കൂടി നമ്മുടെ ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സിൽ ഉൾപ്പെടുന്നുണ്ട്. ക്വസ്റ്റ്യൻ വരുന്നതാണ് കേട്ടോ, ഇമ്പോർട്ടന്റ് ആണ്, അടയാളപ്പെടുത്ത. SOP ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. മിനിമം സെറ്റ് ഓഫ് SOP ഏതൊക്കെ? ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിലെ മിനിമം സെറ്റ് ഓഫ് SOP ഏതൊക്കെയാണ്? പിന്നെ SOPയുടെ ഫുൾ ഫോം ചോദിക്കാം കേട്ടോ, എക്സ്പാൻഡഡ് ഫോം ചോദിക്കാം. കഴിഞ്ഞ ദിവസം അത് പറഞ്ഞില്ല എന്ന് തോന്നുന്നു അല്ലേ? ഇതൊക്കെയാണോ? അൺപ്ലാനഡ് റീ അറ്റൻഡൻസ് റേറ്റ് എന്താണ്? പ്രതീക്ഷിക്കാത്ത, എന്താണ്, ഒരു പേഷ്യന്റിന്റെ എമർജൻസി സിറ്റുവേഷൻ ആവശ്യമായിട്ടുള്ള ട്രീറ്റ്മെന്റുകൾ, സർവീസുകൾ പ്രൊവൈഡ് ചെയ്ത് അവരെ ഹെൽത്ത് കണ്ടീഷൻ ഓക്കെ ആയി, നോർമലായി അല്ലെങ്കിൽ സ്റ്റേബിൾ ആയതിനു ശേഷം നമ്മൾ അവരെ എന്താണ് വാർഡുകളിലേക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും സെക്ഷനിലേക്കോ ഷിഫ്റ്റ് ചെയ്തിട്ട് വീണ്ടും അവർക്ക് ക്രിട്ടിക്കൽ സിറ്റുവേഷൻ വന്ന് വീണ്ടും നമ്മൾ അവരെ ആക്സിഡന്റ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിലോ അല്ലെങ്കിൽ ICUലേക്ക് പ്രവേശിപ്പിക്കേണ്ടി വരുന്നതിനെയാണ് അൺപ്ലാനഡ് റീ അറ്റൻഡൻസ് റേറ്റ് എന്ന് പറയുന്നത്. പിന്നെ എന്താണ്, എമർജൻസി ഡിപ്പാർട്ട്മെന്റില് പറഞ്ഞുതരാം. എന്താണ്, നമ്മ ടോട്ടൽ എത്ര സമയം നമ്മൾ ചെലവാക്കേണ്ടി വന്നിട്ടുണ്ട് അല്ലെ? നമുക്ക് വേണ്ട ട്രീറ്റ്മെന്റുകൾ പെട്ടെന്ന് ലഭിച്ചോ? നമ്മൾ എത്രത്തോളം അവിടെ സമയം ചെലവഴിക്കേണ്ടി വന്നിട്ടുണ്ട്. നെക്സ്റ്റ് പറയുന്നത് എന്താണ്, നമ്മൾ ഡോക്ടറെ ലെഫ്റ്റ് വിത്തൗട്ട് ബീയിങ് സീൻ അല്ലെ? ഒരു പേഷ്യന്റിനെ കാഷ്വാലിറ്റിയിൽ കൊണ്ടുവന്നിട്ട് അവർ ഡോക്ടറെ കാണാതെയോ അല്ലെങ്കിൽ അവർക്ക് അവിടെ നിന്ന് ലഭിച്ച സർവീസുകൾ അവർ സാറ്റിസ്ഫൈഡ് അല്ലാണ്ട് അവർ വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അതിനെയാണ് ലെഫ്റ്റ് വിത്തൗട്ട് ബീയിങ് സീൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്താണ്, ഒരു പേഷ്യന്റിന്റെ ടൈം ടു ഇനീഷ്യൽ അസസ്മെന്റ് അല്ലെ? ഒരു പേഷ്യന്റിന്റെ പ്രാഥമിക വിലയിരുത്തലിന് വേണ്ടി നമ്മുടെ കാഷ്വാലിറ്റി ഡിപ്പാർട്ട്മെന്റില് ഒരു പേഷ്യന്റിന്റെ പ്രാഥമിക വിലയിരുത്തലിന് വേണ്ടി എത്ര സമയം എടുക്കേണ്ടി വന്നിട്ടുണ്ട് അല്ലെ? എത്ര സമയം അവര് ചെലവാക്കിയിട്ടുണ്ട്. നെക്സ്റ്റ് പറയുന്നത് എന്താ, ട്രീറ്റ്മെന്റിന് വേണ്ടി എത്ര സമയം എടുത്തിട്ടുണ്ട് അല്ലെ? ടൈം ടു ട്രീറ്റ്മെന്റ്, അവർക്ക് പെട്ടെന്ന് തന്നെ അവർക്ക് ആവശ്യമായിട്ടുള്ള ലൈഫ് സേവിങ് ട്രീറ്റ്മെന്റുകൾ ലഭിച്ചിട്ടുണ്ടോ അല്ലെ? നെക്സ്റ്റ് പറയുന്നത് എന്താണ്, സർവീസ് എക്സ്പീരിയൻസ്. ആ ഒരു കാഷ്വാലിറ്റിയിൽ നിന്ന് നമ്മുടെ പേഷ്യന്റിനുണ്ടായ സേവന പരിചയം എങ്ങനെയായിരുന്നു അല്ലെ? സാറ്റിസ്ഫൈഡ് ആയിരുന്നു എന്നുള്ളതൊക്കെയാണ് അതിൽ പറയുന്നത്. ഓക്കെ അല്ലേ? ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ്. അത് എന്താണ്, SOP സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സ് അല്ലെ? നമ്മുടെ കാഷ്വാലിറ്റി ഡിപ്പാർട്ട്മെന്റിലെ സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ എന്തൊക്കെയാണെന്ന് നോക്കി. റിസീവിംഗ് ഓഫ് ദ പേഷ്യന്റ് അല്ലെ? പേഷ്യൻസിന് ആവശ്യമായിട്ടുള്ള എന്താണ്, ഇത് കൊടുത്തുങ്ങാണ്ട് അവര് സ്വീകരിക്കുക അല്ലെ? കംഫർട്ട് കൊടുത്തിട്ട് സ്വീകരിക്കുക വേണ്ടേ? നമുക്കറിയാം ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ കൊണ്ടുവരുന്ന പേഷ്യൻസ് ക്രിട്ടിക്കൽ സ്റ്റേജിലുള്ളവരായിരിക്കും, അല്ലെങ്കിൽ എന്താണ്, ഗുരുതരമായ പരിക്കുകളോ അല്ലെങ്കിൽ അസുഖങ്ങളോ ഉള്ളവരായിരിക്കും അല്ലെ? അപ്പൊ അവർക്ക് ആവശ്യമായിട്ടുള്ള എന്താണ്, പരിചരണം നൽകുക, ആവശ്യമായിട്ടുള്ള ഇതോടുകൂടി അവരെ സ്വീകരിക്കുക അല്ലെ? റിസീവ് ചെയ്യുക. നെക്സ്റ്റ് പറയുന്നത് എന്താണ്, രജിസ്ട്രേഷൻ ഓഫ് ദി പേഷ്യന്റ് അല്ലെ? ആദ്യം അവരെ നമ്മൾ എവിടെ സ്വീകരിക്കണം? കാഷ്വാലിറ്റിയിൽ സ്വീകരിച്ചതിന് ശേഷം മാത്രമായിരിക്കണം അവരെ രജിസ്ട്രേഷൻ നടത്തുന്നത് അല്ലെ? ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ കൊണ്ടുവരുന്നതിന് മുമ്പ് അല്ലെങ്കിൽ അതിൽ കയറ്റുന്നതിന് മുമ്പ് നമുക്ക് പറയാൻ പറ്റോ പേഷ്യന്റിന് രജിസ്ട്രേഷൻ നടത്തിയിട്ട് മാത്രം അങ്ങോട്ട് കയറ്റാൻ പറ്റുള്ളൂ എന്ന് പറയാൻ പറ്റോ? പറ്റോ? ഇല്ല അല്ലെ? അപ്പൊ എന്താണ്, ആദ്യം അവരെ സ്വീകരിക്കുക അല്ലെ? അവർക്ക് ആവശ്യമായിട്ടുള്ള കംഫർട്ട് കൊടുത്ത്, ആശ്വാസമൊക്കെ കൊടുത്ത് അവരെ സ്വീകരിക്കുക. നെക്സ്റ്റ് അവർക്ക് രജിസ്ട്രേഷൻ നടത്തുക. പിന്നെ എന്താണ്, ട്രയേജ് അല്ലെ? പേഷ്യൻസിനെ അവരെ ആ ഒരു ഹെൽത്ത് കണ്ടീഷന്റെ അനുസരിച്ച് അവരെ സോർട്ട് ചെയ്യുക അല്ലെ? അവര് ക്രിട്ടിക്കൽ പേഷ്യൻസ് ആണോ, അല്ലെങ്കിൽ മേജർ ആയിട്ടുള്ള പരിക്കുകളാണോ, അല്ലെങ്കിൽ മേജർ ആയിട്ടുള്ള അസുഖങ്ങളാണോ, അല്ലെങ്കിൽ മൈനർ അസുഖങ്ങളാണോ, അങ്ങനെയുള്ള അതിന്റെ അവരെ ആ ഒരു ഹെൽത്ത് കണ്ടീഷന്റെ അടിസ്ഥാനത്തിൽ പേഷ്യൻസിനെ ട്രൈ ചെയ്യുക, സോർട്ട് ചെയ്യുക. നെക്സ്റ്റ് എന്താണ്, സോർട്ട് ചെയ്തതിന് ശേഷം അല്ലെ? ഇപ്പൊ എന്താണ്, ഗുരുതരാവസ്ഥയിലുള്ള പേഷ്യൻസ് ആണെങ്കിൽ നമ്മൾ അവരെങ്ങോട്ടാ കൊണ്ടുപോകുന്നത്? അക്യൂട്ട് ട്രീറ്റ്മെന്റ് ഏരിയകൾക്കായിരിക്കും അല്ലെ കൊണ്ടുപോകുന്നത്? തീവ്രപരിചരണ വിഭാഗത്തിലേക്കോ അതല്ലെങ്കിൽ ICUലേക്കൊക്കെ ആയിരിക്കും നമ്മൾ അവരെ പ്രവേശിപ്പിക്കുന്നത്, ആണോ? പിന്നെ മൈനർ ആയിട്ടുള്ള വല്ല ഇഞ്ചുറീസോ പരിക്കുകളൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യും? നമ്മൾ അവരുടെ പ്രൊസീജിയേഴ്സ് റൂമിലൊക്കെ കൊണ്ടുപോയി ചെറിയ മുറിവുകളൊക്കെ ആണെങ്കിൽ അതൊക്കെ ഡ്രസ്സൊക്കെ ചെയ്ത് കൊടുക്കില്ലേ, ആണോ?
ആണ് അല്ലെ. അപ്പൊ എന്താണ് ആ ഒരു ട്രിയേജ് ചെയ്യുന്നതിന്റെ അടിസ്ഥാനത്തിൽ അവർക്ക് ആവശ്യമായിട്ടുള്ള, അവർക്ക് ഏത് തരത്തിലുള്ള ട്രീറ്റ്മെന്റുകളാണോ ആവശ്യമായിട്ടുള്ളത് ആ ഒരു ഏരിയാസിലേക്ക് പേഷ്യൻസിനെ ട്രാൻസ്ഫർ ചെയ്യുക അല്ലെങ്കിൽ ഷിഫ്റ്റ് ചെയ്യുക. ഓക്കെ ആണോ അത്രയും ഭാഗം? നെക്സ്റ്റ് പറയുന്നത് എന്താണ്? റെഫറൽ ഓഫ് ദി പേഷ്യൻസ് അല്ലെ. ചിലപ്പോ എന്താണ്, ഇപ്പൊ നമുക്കറിയാം ഒരു നമ്മുടെ കാഷ്വാലിറ്റിയിൽ ചിലപ്പോ ഫിസിഷ്യൻ ഒക്കെ ആയിരിക്കും ഇരിക്കുന്നത്, എമർജൻസി ഫിസിഷ്യൻ ആയിരിക്കാം. അപ്പൊ ഇപ്പൊ കൊണ്ടുവന്നിരിക്കുന്ന പേഷ്യൻസിന് മേജർ ആയിട്ടുള്ള എന്തെങ്കിലും തലക്ക് ഹെഡ് ഇഞ്ചറീസ് ഒക്കെ ആണെങ്കിൽ എന്ത് ചെയ്യും? ന്യൂറോളജി ഡോക്ടറൊക്കെ വിളിക്കില്ലേ? റെഫറൽ കൊടുക്കും അല്ലേ? റെഫറൽ കൊടുക്കോ പേഷ്യന്റിന്? കൊടുക്കും. അതല്ലെങ്കിൽ എന്ത് ചെയ്യും? കൊടുക്കും. അതല്ലെങ്കിൽ എന്താണ്, ആ ഒരു ഹോസ്പിറ്റലില് അവർക്ക് ആവശ്യമായിട്ടുള്ള ട്രീറ്റ്മെന്റുകൾ, ഫെസിലിറ്റീസ്, സ്പെഷ്യലൈസ്ഡ് സർവീസുകൾ ഇല്ലെങ്കിൽ അവരെന്ത് ചെയ്യും? നമ്മ വേറൊരു ഹോസ്പിറ്റലിലേക്ക് റെഫർ ചെയ്യില്ലേ? കൂടുതൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള അല്ലെ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലേക്ക് റെഫർ ചെയ്യില്ലേ? അപ്പൊ അതാണ് റെഫറൽ ഓഫ് ദി പേഷ്യൻസ് അല്ലെ. ആ പേഷ്യന്റിന്റെ ഹെൽത്ത് കണ്ടീഷൻ അനുസരിച്ച് നമ്മ വേറെ ആ ഹോസ്പിറ്റലിന്റെ ഉള്ളിൽ തന്നെയുള്ള വേറെ ഡോക്ടേഴ്സിനോ അല്ലെങ്കിൽ എന്താണ് വേറെ ഹോസ്പിറ്റലിലേക്കോ റെഫറൽ ചെയ്യുന്നു. നെക്സ്റ്റ് എന്താണ്? ഡിസ്ചാർജ് ഓഫ് ദി പേഷ്യൻസ് അല്ലെ. പേഷ്യൻസിന് ആവശ്യമായിട്ടുള്ള ട്രീറ്റ്മെന്റുകളെ സർവീസുകളൊക്കെ കൊടുത്ത് അവർ സ്റ്റേബിൾ ആയി കഴിഞ്ഞാൽ നമ്മ അവരവിടെ തന്നെ കിടത്തോ? ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ തന്നെ കിടത്തോ? ഹോസ്പിറ്റൽ ഇല്ല അല്ലെ. നമ്മ അവര് എന്ത് ചെയ്യും? ഡിസ്ചാർജ് ചെയ്യും അല്ലെ. അപ്പൊ ഡിസ്ചാർജ് ഓഫ് ദി പേഷ്യന്റ്. നെക്സ്റ്റ് എന്താണ്? ബ്രോട്ട് ഇൻ ഡെഡ് കേസസ് അല്ലെ. കൊണ്ടുവരുന്ന കേസുകൾ മരണപ്പെട്ടതൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? അതൊക്കെ റെക്കോർഡ് ചെയ്ത് സൂക്ഷിക്കണ്ടേ? റെക്കോർഡ് ചെയ്ത് സൂക്ഷിക്കണം അല്ലെ. നെക്സ്റ്റ് പറയുന്നത് എന്താണ്? കോഡ് ബ്ലൂ. എന്താണ്? കൊണ്ടുവരുന്ന പേഷ്യൻസിന് എന്താണ് നമ്മുടെ കാർഡിയാക് അറസ്റ്റോ അല്ലെങ്കിൽ എന്താണ് റെസ്പിറേറ്ററി ഫെയിലിയർ ഒക്കെ പറ്റി കൊണ്ടുവരുന്ന പേഷ്യൻസ് ആണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഡോക്ടേഴ്സിനെയും സ്റ്റാഫുകളെയും വിവരം അറിയിക്കുന്നതിന് വേണ്ടി കൊടുക്കുന്ന ഒരു അലേർട്ട് ആണ് കോഡ് ബ്ലൂ. ഓക്കെ ആണോ? കാർഡിയാക് അറസ്റ്റുമായി ബന്ധപ്പെട്ടോ ഇപ്പൊ നെഞ്ചുവേദന അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്ക് ഒക്കെ കൊണ്ടുവന്ന പേഷ്യൻസിനെ കൊണ്ടുവരുമല്ലോ. അതല്ലെങ്കിൽ എന്താണ് റെസ്പിറേറ്ററി ഫെയിലിയർ അല്ലെ, ശ്വസിക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ട് ബ്ലോക്ക് ഒക്കെ ആയിട്ട് കൊണ്ടുവരുന്ന പേഷ്യൻസിനൊക്കെ അതുമായി ബന്ധപ്പെട്ട ഡോക്ടേഴ്സിനെയും സ്റ്റാഫുകളെയും അവർക്ക് ആവശ്യമായിട്ടുള്ള എക്യുപ്മെന്റുകൾ സജ്ജീകരിക്കുന്നതിനൊക്കെ വേണ്ടി ഹോസ്പിറ്റലിൽ കൊടുക്കുന്ന ഒരു അലേർട്ടാണ് കോഡ് ബ്ലൂ. ഓക്കെ ആണോ? അപ്പൊ നമ്മുടെ ടെലിഫോൺ ഓപ്പറേറ്ററിൽ ഇരിക്കുന്ന എന്ത് ചെയ്യും? സ്റ്റാഫ് വിളിച്ചു പറയും മൈക്കിൽ കൂടി എന്താണ്? കോഡ് ബ്ലൂ അലേർട്ടഡ്, കോഡ് ബ്ലൂ അലേർട്ടഡ്, കോഡ് ബ്ലൂ അലേർട്ടഡ് എന്ന് പറഞ്ഞ് 3 തവണ വിളിച്ചു പറയും. എന്ത് ചെയ്യും? അതുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് ഇപ്പൊ നമുക്കാണെങ്കിലും നമ്മ പുറത്തുനിന്ന് ആംബുലൻസ് പോണ് അതല്ലെങ്കിൽ എന്താണ് ഫയർ എഞ്ചിൻ പോകുമ്പോ നമുക്കറിയാൻ പറ്റില്ലേ? ഫയർ എഞ്ചിൻ പോകുമ്പോ നമ്മ എന്ത് പറയും? എവിടെയോ തീപിടുത്തം ഉണ്ടായിട്ടുണ്ട് അല്ലേ. അല്ലെങ്കിൽ ആംബുലൻസ് പോകുമ്പോ നമ്മ പറയില്ലേ എന്താണ്? എവിടെയോ ആർക്കും എന്തോ സീരിയസ് ആയിട്ടുള്ള ബുദ്ധിമുട്ട് കൊണ്ടുവന്നിട്ട് അവരെ ഷിഫ്റ്റ് ചെയ്യുന്നതാണെന്ന് പറയാറില്ലേ? പറയാറുണ്ടോ? ഇല്ല. അത് എന്തുകൊണ്ടാണ്? അവരാ ഒരു സൈറൻ കേൾക്കുമ്പോഴല്ലേ നമുക്ക് മനസ്സിലാകുന്നത്? സൈറൻ കേൾക്കുമ്പോഴാണ് അല്ലേ. അതേപോലെ എന്താണ്? കോഡ് ബ്ലൂ നമ്മുടെ ടെലിഫോൺ ഓപ്പറേറ്റർ കോഡ് ബ്ലൂ അലേർട്ട് ചെയ്യുന്നു എന്ന് വിളിച്ചു പറയുമ്പോഴെന്താണ്? അതുമായി ബന്ധപ്പെട്ട സ്റ്റാഫുകൾക്ക് അത് മനസ്സിലാവുകയും അവർ പെട്ടെന്ന് തന്നെ നമ്മുടെ ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ നമ്മുടെ ഡ്യൂട്ടിക്ക് വേണ്ടി വരികയും ചെയ്യുന്നു. ഓക്കെ ആണോ? കോഡ് ബ്ലൂ. നെക്സ്റ്റ് പറയുന്നത് മെഡിക്കോ ലീഗൽ കേസസ് അല്ലെ. നമുക്കറിയാം എന്താണ്? അൺനാച്ചുറൽ ആയിട്ടുള്ള ഇഞ്ചുറീസോ അല്ലെങ്കിൽ പരിക്കുകളോ അല്ലെങ്കിൽ എന്താണ് അസുഖങ്ങളോ പറ്റി കൊണ്ടുവരുമല്ലോ പേഷ്യൻസിനെ. ആക്സിഡന്റ് പറ്റാ അല്ലെ. സ്വാഭാവികമായിട്ടുള്ള അസുഖങ്ങളോ അല്ലെങ്കിൽ പരിക്കുകളോ അല്ലാത്ത അല്ലെ ആക്സിഡന്റ് പറ്റാ, റേപ്പ് അറ്റംപ്റ്റ് നടത്താം അല്ലെങ്കിൽ സൂയിസൈഡിങ് അറ്റംപ്റ്റ് നടത്താം അല്ലെ. അല്ലെങ്കിൽ എന്താണ് ആഘാതങ്ങൾ സംഭവിക്കുക അല്ലെങ്കിൽ വാക്തർക്കങ്ങൾ സംഭവിച്ച് അങ്ങോട്ട് ഇങ്ങോട്ട് കത്തിക്കുത്തോ അല്ലെങ്കിൽ അടിപിടിയിൽ അവസാനിക്കുക അല്ലെ. അപ്പൊ അങ്ങനെയുള്ള കേസുകൾ നമുക്ക് പറയാൻ പറ്റോ? നാച്ചുറൽ ആയിട്ടുള്ള ഇൽനെസ് ആണ്, ഇഞ്ചുറീസ് ആണെന്ന് പറയാൻ പറ്റോ? ഇല്ല അല്ലെ. അപ്പൊ അങ്ങനെയുള്ള കേസുകളെയാണ് മെഡിക്കോ ലീഗൽ കേസസ് എന്ന് പറയുന്നത്. അപ്പൊ അതിനകത്ത് ആവശ്യമായിട്ടുള്ള ഇമ്പോർട്ടൻസ് കൊടുക്കണ്ടേ? അവരതെന്ത് ചെയ്യണം? അത്തരം കേസുകൾ റെക്കോർഡ് ചെയ്യണം അല്ലെ. പേഷ്യന്റിന്റെ വിവരങ്ങള്, അവരുടെ ഹെൽത്ത് കണ്ടീഷൻസ്, എന്തുകൊണ്ടാണ് അവിടെ കൊണ്ടുവന്നിരിക്കുന്നത് അല്ലെ. പിന്നെ കൂടാതെ അവരെന്ത് ചെയ്യണം? പോലീസിനെ വിവരം അറിയിക്കണം അല്ലെ.
ആ ഒരു ഹോസ്പിറ്റലിന്റെ ലൊക്കാലിറ്റിയിലുള്ള പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിക്കണ്ടേ? വേണോ? വേണം അല്ലെ? അപ്പൊ അതുമായി മെഡിക്കോ ലീഗൽ കേസുകളുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ ചെയ്യുക. നെക്സ്റ്റ് പറയുന്നത് എന്താണ്? ക്ലിനിക്കൽ പ്രോട്ടോകോൾസ് അല്ലെ? നമുക്കറിയാം എന്താണ്, ഓരോ സെക്ഷനിലും ഓരോ ഡിപ്പാർട്ട്മെന്റിലും പെരുമാറ്റച്ചട്ടങ്ങൾ ഉണ്ട് അല്ലെ? ക്ലിനിക്കൽ പ്രോട്ടോകോൾസുകൾ ഉണ്ടല്ലേ? വാർഡിലെ പെരുമാറ്റച്ചട്ടങ്ങളാണോ നമ്മുടെ ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിലുള്ളത്? അതന്നെയാണോ ഇൻപേഷ്യന്റിലുള്ളത്? അല്ല അല്ലെ? എല്ലായിടത്തും അവിടുത്തെ പ്രവർത്തനങ്ങൾ വ്യത്യാസമുണ്ട് അല്ലെ? അപ്പൊ എന്താണ്, ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിലെ പ്രോട്ടോകോൾസുകൾക്ക് അനുസൃതമായിട്ട് അവിടുത്തെ പ്രവർത്തനങ്ങൾ കണ്ടക്ട് ചെയ്യുക. ഓക്കെ ആണോ? SOP ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് റോൾ ഓഫ് എമർജൻസി റൂം ക്ലർക്ക് ഓർ സെക്രട്ടറി അല്ലെ? നമ്മുടെ എമർജൻസി റൂം ക്ലർക്കിന്റെ അല്ലെങ്കിൽ എമർജൻസി റൂം സെക്രട്ടറിയുടെ ജോലി എന്തൊക്കെയാണ് അല്ലെ? റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ്? ഫസ്റ്റ് നോക്കിയേ, ഇന്റർവ്യൂ പേഷ്യൻസ് ടു ഒബ്റ്റെയിൻ ബയോഗ്രഫിക്, ഡെമോഗ്രഫിക് ആൻഡ് ഫിനാൻഷ്യൽ ഡാറ്റ for registration purposes and enter information so gathered into the hospital computer system. അല്ലെ? എന്താണ് ഈ പേഷ്യന്റിനെ കുറിച്ചുള്ള ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ കൊണ്ടുവരുന്ന പേഷ്യൻസിന്റെ വിവരങ്ങൾ നമ്മൾ റെക്കോർഡ് ചെയ്യണ്ടേ? കമ്പ്യൂട്ടർ ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റത്തിലേക്ക് അവരെ കുറിച്ചുള്ള ബയോഗ്രഫിക് അല്ലെ? എന്താണ്, നെയിം, അഡ്രസ്, അവരുടെ ഡേറ്റ് ഓഫ് ബർത്ത്, അവരുടെ ഹെൽത്ത് ഹിസ്റ്ററീസ് അല്ലെ, അങ്ങനെയുള്ള കാര്യങ്ങള് കൂടാതെ എന്താണ്, അവരുടെ സെക്സ്, അവരുടെ ഏജ്, അവരുടെ എഡ്യൂക്കേഷൻ ലെവല്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പേഷ്യന്റിൽ നിന്ന് മനസ്സിലാക്കും. പിന്നെ ഫിനാൻഷ്യൽ ഡാറ്റ അല്ലെ? ചില ഹോസ്പിറ്റലിൽ ചില സിറ്റുവേഷനിൽ അവർക്ക് എമർജൻസി ആയിട്ട് എന്തെങ്കിലും സർജറീസ് ഒക്കെ ചെയ്യേണ്ടി വന്നാല് അവരിൽ നിന്നുള്ള ഒരു ഫിനാൻഷ്യൽ സപ്പോർട്ട് അല്ലെ? അതിനു വേണ്ടിയിട്ട് അവരെ ഫിനാൻഷ്യൽ ഡാറ്റ കളക്ട് ചെയ്യാറുണ്ടോ? മേജർ ആയിട്ടുള്ള എന്തെങ്കിലും സർജറി വേണം അല്ലെ? അപ്പൊ എന്താണ്, അവർക്ക് ആ പേയ്മെന്റ് നടത്താൻ സാധിക്കോ എന്നറിയുന്നതിന് വേണ്ടി അവരിൽ നിന്ന് ഫിനാൻഷ്യൽ ഡാറ്റ കളക്ട് ചെയ്യാറുണ്ട് അല്ലെ? അതല്ലെങ്കിൽ എന്താണ്, നമുക്ക് ഇൻഷുറൻസ് ക്ലെയിം ആണോ അല്ലെങ്കിൽ പേയ്മെന്റ് ആണോ എന്നറിയുന്നതിന് വേണ്ടി എടുക്കാറില്ലേ? ഇൻഷുറൻസ് ഉണ്ടോ എന്നൊക്കെ ചോദിക്കാറില്ലേ? ക്ലെയിം ഉണ്ടോ, ഇൻഷുറൻസ് ഉണ്ടോ അല്ലെ, അല്ലെങ്കിൽ പേയ്മെന്റ് മോഡ് ആണോ അല്ലെ? അപ്പൊ എന്താണ്, ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ കൊണ്ടുവരുന്ന പേഷ്യൻസിൽ നിന്ന് അവരുടെ ബയോഗ്രഫിക്, ഡെമോഗ്രഫിക് കൂടാതെ ഫിനാൻഷ്യൽ ഇൻഫർമേഷൻസ് കളക്ട് ചെയ്തിട്ട് അത് എന്തിലേക്ക്, ഹോസ്പിറ്റൽ കമ്പ്യൂട്ടർ സിസ്റ്റത്തിലേക്ക് എൻറ്റർ ചെയ്യുക. അതാണ് ഫസ്റ്റത്തെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് പറയുന്നത് എന്താണ്, രജിസ്റ്റർ എമർജൻസി റൂം പേഷ്യന്റ്, ഫയൽ, റിട്രീവ് മെഡിക്കൽ റെക്കോർഡ്സ് ഫോർ ദി എമർജൻസി റൂം ഫിസിഷ്യൻ, റെസ്പോൺസിബിലിറ്റീസ് ഫോർ പ്രോസസിംഗ് എമർജൻസി റൂം അഡ്മിഷൻ അല്ലെ? എന്താണ്, എമർജൻസി റൂമിലുള്ള പേഷ്യൻസിനെ രജിസ്റ്റർ ചെയ്യുക അല്ലെ? കൂടാതെ എന്താണ്, അവരിൽ നിന്നുള്ള ബയോഗ്രഫിക്, ഡെമോഗ്രഫിക് ഡീറ്റെയിൽസ് ഒക്കെ എടുത്തതിന് ശേഷം അവരുടെ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യുക. അവരുടെ എന്താണ്, ഫയല് അതിക്ക് മുമ്പ് ആ ഒരു ഹോസ്പിറ്റലിൽ കാണിച്ചിട്ടുണ്ട്, അവർക്ക് മുമ്പ് അപ്പോയിന്റ്മെന്റ് അവിടെ എടുത്തിട്ടുണ്ടെങ്കിൽ അവരെന്താണ്, പഴയ മെഡിക്കൽ റെക്കോർഡ്സുകൾ വീണ്ടെടുത്തിട്ട് അത് എമർജൻസി റൂം ഫിസിഷ്യന് നൽകുക. കൂടാതെ എന്താണ്, അവർക്ക് എമർജൻസി റൂമിലെ അഡ്മിഷന് വേണ്ട റെസ്പോൺസിബിലിറ്റി ആർക്കാണ്? എമർജൻസി റൂം ക്ലർക്കിലാണ്. ഓക്കെയാണോ? പേഷ്യന്റിൽ നിന്നുള്ള എന്താണ്, ബയോഗ്രഫി, അവരെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ് അല്ലെ, ഇൻഫർമേഷൻസ് കളക്ട് ചെയ്തതിനു ശേഷം അവരെന്താണ്, രജിസ്റ്റർ എമർജൻസി റൂം പേഷ്യൻസിന് രജിസ്ട്രേഷൻ നടത്തുക. കൂടാതെ എന്താണ്, അവരുടെ ഫയലുകൾ ചിലപ്പോ ചില ഹോസ്പിറ്റലിൽ കൊണ്ടുവരുന്ന ഹോസ്പിറ്റൽ അവര് മുമ്പ് ഡോക്ടറെ കാണിച്ചിട്ടുണ്ടാവുമല്ലോ, ഏതെങ്കിലും ഡോക്ടർ കണ്ടിട്ടുണ്ടെങ്കിൽ അവര് ഫയല് വീണ്ടും എടുക്കണം അല്ലെ? അപ്പൊ ആ ഒരു ഫയല് റിട്രീവ് ചെയ്തിട്ട് നമ്മുടെ എമർജൻസി റൂം ഫിസിഷ്യന്, ആ ഒരു ഡോക്ടർക്ക് നൽകുക. കൂടാതെ എന്താണ്, എമർജൻസി റൂമിൽ അവർ അഡ്മിഷൻ എടുത്തിട്ടുണ്ട്, അഡ്മിഷൻ ആക്കിയിട്ടുണ്ടെങ്കിൽ അതിനുവേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നത് ആരാണ്? എമർജൻസി റൂം ക്ലർക്കാണ്. ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് പ്രൊവൈഡ് എക്സെപ്ഷണൽ കസ്റ്റമർ കെയർ സർവീസ് അല്ലെ? ആദ്യത്തെ പറയാനാണോ? ഓക്കെ ആണെന്നാണോ? ഓക്കെ ആണ്. ഓക്കെ. നെക്സ്റ്റ് പറയുന്നത് എന്താണ്, പ്രൊവൈഡ്
എക്സെപ്ഷണൽ കസ്റ്റമർ സർവീസ് അല്ലെ. എങ്ങനെയുള്ള സർവീസ് ആയിരിക്കണം പേഷ്യൻസിനും അവരുടെ ഫാമിലിക്കും പ്രൊവൈഡ് ചെയ്യേണ്ടത്? എക്സെപ്ഷണൽ കസ്റ്റമർ സർവീസ് ആയിരിക്കണം. നല്ല രീതിയിലുള്ള ഒരു കസ്റ്റമർ സർവീസ് പ്രൊവൈഡ് ചെയ്യണം അല്ലേ. അവർക്ക് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഇല്ലാത്ത രീതിയിൽ അല്ലെ ഉള്ള ഒരു എന്താണ് കസ്റ്റമർ സർവീസ് പ്രൊവൈഡ് ചെയ്യുക. നെക്സ്റ്റ് പറയുന്നത് എന്താണ്? കോർഡിനേറ്റ് ആക്ടിവിറ്റീസ് ഇൻ കണക്ഷൻ വിത്ത് അഡ്മിഷൻ ഓഫ് പേഷ്യൻസ് ഇൻ ദ ഹോസ്പിറ്റൽ ഓർ അതർ മെഡിക്കൽ ഫെസിലിറ്റീസ് അല്ലെ. ഇപ്പൊ കൊണ്ടുവന്നിരിക്കുന്ന പേഷ്യൻസിന് എന്താണ് നമ്മുടെ ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ അഡ്മിഷൻ ഉണ്ടെങ്കിൽ അവർക്ക് മറ്റു മെഡിക്കൽ ഫെസിലിറ്റീസും കൂടി കൊടുക്കണ്ടേ? ചിലപ്പോ ഐസിയുവിന്റെ സേവനം ആവശ്യമായിട്ട് വരാം അല്ലെ. അല്ലെങ്കിൽ എന്താണ് ഫാർമസിയുടെ സേവനങ്ങൾ ആവശ്യമായിട്ട് വരാം, ലബോറട്ടറിയുടെ സേവനങ്ങൾ, പിന്നെന്താണ് നമ്മുടെ സ്കാനിങ് അല്ലെ, റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിലെ സേവനങ്ങളൊക്കെ അവർക്ക് ആവശ്യമായിട്ട് വരാലോ. അതർ മെഡിക്കൽ ഫെസിലിറ്റി അല്ലേ. ആണോ? ആണ് അല്ലെ. അപ്പൊ ആ ഒരു മറ്റ് മെഡിക്കൽ ഫെസിലിറ്റീസുകളുടെ സൗകര്യം കൂടി അവർക്ക് എന്ത് കൊടുക്കുക? കോർഡിനേറ്റ് ചെയ്ത് കൊടുക്കുക അല്ലെ, ഏകോപിപ്പിച്ച് കൊടുക്കുക. ഓക്കെ ആണോ? ഇപ്പൊ നമുക്ക് അറിയാം ഒരു പേഷ്യന്റിനെ ആക്സിഡന്റ് ആൻഡ് കാഷ്വാലിറ്റിയിൽ കൊണ്ടുവന്നാല് അവർക്ക് ആ ഒരു കാഷ്വാലിറ്റിയിലെ സർവീസ് മാത്രം ലഭിച്ചാൽ മതിയോ? മതിയോ? മരുന്നുകൾ വേണം അല്ലെ, മരുന്നുകൾ വേണം. സ്കാനിങ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്കാനിങ്ങുകൾ ചെയ്യണം. റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിന്റെ സർവീസ് വേണ്ടേ? ഇപ്പൊ എന്തെങ്കിലും ടെസ്റ്റുകൾ പറഞ്ഞിട്ടുണ്ട്, ലാബുകളുടെ ടെസ്റ്റുകൾ പറഞ്ഞിട്ടുണ്ട്, ലാബുകളുടെ സർവീസ് വേണ്ടേ? പ്രൊസീജിയർ പറഞ്ഞിട്ടുണ്ട്, എൻഡോസ്കോപ്പിയോ അങ്ങനെയുള്ള പ്രൊസീജിയർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ സേവനങ്ങൾ വേണം അല്ലെ. അപ്പൊ ഇവർക്ക് മറ്റ് അതർ മെഡിക്കൽ ഫെസിലിറ്റീസുകളുടെ സേവനം ആവശ്യമാണെങ്കിൽ അതെല്ലാം ഏകോപിപ്പിച്ച് കോർഡിനേറ്റ് ചെയ്ത് കൊടുക്കേണ്ട ഡ്യൂട്ടി നമ്മുടെ എമർജൻസി റൂമിലെ ക്ലർക്കിനാണ്. ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് assess patient other needs from healthcare professionals like needs of ambulance service or referral അല്ലെ. ഇപ്പൊ എന്താണ് പേഷ്യൻസിന് മറ്റ് നീഡ്സുകൾ വേറെ എന്തെങ്കിലും നമ്മുടെ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് മറ്റ് ആവശ്യങ്ങൾ വരുന്നുണ്ടെങ്കിൽ അതും ലഭ്യമാക്കി കൊടുക്കേണ്ടത് ആക്സിഡന്റ് ആൻഡ് എമർജൻസി റൂമിലെ ക്ലർക്കാണ് അല്ലെ. ഇപ്പൊ ചിലപ്പോ എന്ത് ചെയ്യാം, വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിലേക്ക് റെഫറൽ പറഞ്ഞിട്ട് അവർക്ക് ട്രാൻസ്പോർട്ടേഷൻ ആവശ്യമായിട്ട് വരാം അല്ലെ, ആംബുലൻസ് സർവീസ് ഒക്കെ ആവശ്യമായിട്ട് വരാലോ. അപ്പൊ ആ ഒരു ആംബുലൻസ് സർവീസുകളൊക്കെ ലഭ്യമാക്കി കൊടുക്കേണ്ടത് നമ്മുടെ എമർജൻസി റൂം ക്ലർക്കോ അല്ലെങ്കിൽ എമർജൻസി റൂം സെക്രട്ടറിയോ ആണ്. നെക്സ്റ്റ് പറയുന്നത് എന്താണ്? ഗ്രീവൻസ് റിഡ്രസൽ അല്ലെ. എന്താണ്? ചിലപ്പോ നമ്മുടെ പേഷ്യൻസിന് അല്ലെങ്കിൽ പേഷ്യൻസിന്റെ ഫാമിലിക്ക് പരാതികൾ ഉണ്ടാവാം അല്ലെ അവിടുത്തെ സർവീസുകളില്, കാഷ്വാലിറ്റിയിലെ സർവീസുകൾ, ഡോക്ടറുടെ സേവനങ്ങളില്, അല്ലെങ്കിൽ അവിടുത്തെ സ്റ്റാഫുകളുടെ ബിഹേവിയറില്, അല്ലെങ്കിൽ എന്താണ് അവർക്ക് ലഭിച്ച ട്രീറ്റ്മെന്റുകളില്, അല്ലെങ്കിൽ അവർക്ക് ലഭിച്ച സർവീസുകളില് അല്ലെ. ചില സമയത്ത് ഇല്ലേ നമ്മൾ കേൾക്കാറില്ലേ എന്താണ് ട്രീറ്റ്മെന്റ് വൈകിട്ട് അവരുടെ റിലേറ്റീവ്സ് ഹോസ്പിറ്റലിൽ ബഹളം വെച്ചു എന്നൊക്കെ പറഞ്ഞ് കേൾക്കാറില്ലേ? കാഷ്വാലിറ്റിയിൽ നിന്ന് കിട്ടാൻ അല്ലെ ട്രീറ്റ്മെന്റ് താമസം നേരിട്ടിട്ട് കേൾക്കാറുണ്ടോ? കേൾക്കാറുണ്ട് അല്ലെ. അപ്പൊ എന്താണ് ഇവർക്ക് നമ്മുടെ കാഷ്വാലിറ്റി ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പരാതികൾ ഉണ്ടെങ്കിൽ പല രീതിയിൽ വരാം. ചിലപ്പോ ഡോക്ടറുടെ സർവീസിലാവാം, അല്ലെങ്കിൽ അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകളുടെ ബിഹേവിയറിലാവാം അല്ലെ, അല്ലെങ്കിൽ എന്താണ് അവിടെ നിന്ന് അവർക്ക് ട്രീറ്റ്മെന്റ് കിട്ടാൻ വൈകിയതിലാവാം അല്ലെ. അപ്പൊ അങ്ങനെ എന്തെങ്കിലും പരാതികൾ അല്ലെങ്കിൽ ഹോസ്പിറ്റലിലെ മറ്റ് സർവീസുകളിലോ എന്തെങ്കിലും പരാതികൾ ഉണ്ടെങ്കിൽ അതെല്ലാം പരിഹരിച്ചു കൊടുക്കേണ്ടത് ആരാണ്? നമ്മുടെ എമർജൻസി റൂം ക്ലർക്കാണ്. ആണോ? അത് അതുമായി ബന്ധപ്പെട്ട ഹെഡുമാരെ അറിയിക്കണം അല്ലെ. ഇപ്പൊ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിലാണ് എന്തെങ്കിലും പ്രോബ്ലംസ് നമ്മുടെ പേഷ്യന്റിന് അവരുടെ റിലേറ്റീവ്സിന് അനുഭവപ്പെട്ടതെങ്കിൽ എന്ത് ചെയ്യും? അതിന്റെ ആ ഒരു റേഡിയോളജി സെക്ഷനിലെ ഹെഡിന് വിവരം അറിയിക്കണം അല്ലെ. ആണോ? അല്ലെ? വിവരം അറിയിച്ചിട്ട് അത് പരിഹരിച്ചു കൊടുക്കുക. ഓക്കെ ആണോ?
നെക്സ്റ്റ് പറയുന്നത് കോർഡിനേറ്റ് വിത്ത് അതർ ഹെൽത്ത് കെയർ എക്സിക്യൂട്ടീവ്സ് ഫോർ ബെഡ് അറേഞ്ച്മെന്റ് അല്ലെ. എന്താണ് ഇപ്പൊ പേഷ്യന്റിനെ നമ്മുടെ ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ കൊണ്ടുവന്നു, അവർ ഓക്കെ ആക്കി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അവര് ചിലപ്പോ എന്താണ് കുറച്ച് സ്റ്റേബിൾ ആയി കഴിഞ്ഞാൽ ചിലപ്പോ അവർ അഡ്മിഷൻ എടുക്കും അല്ലെ, അഡ്മിറ്റ് ആക്കുമല്ലോ. അപ്പൊ ആ ഒരു ബെഡ് അറേഞ്ച്മെന്റിന് വേണ്ടിയിട്ട് മറ്റ് ഹെൽത്ത് കെയർ എക്സിക്യൂട്ടീവ്സുമായിട്ട് കോർഡിനേറ്റ് ചെയ്യേണ്ടത് നമ്മുടെ ആരുടെ ഡ്യൂട്ടിയാണ്, വാർഡ് ക്ലർക്കിന്റെ എമർജൻസി റൂം ക്ലർക്കിന്റെ ഡ്യൂട്ടിയാണ്. നെക്സ്റ്റ് പറയുന്നത് എന്താണ്, മേക്ക് ഷുവർ ദാറ്റ് MLC കേസസ് ആർ രജിസ്റ്റേർഡ് അല്ലെ. നമ്മൾ പറഞ്ഞു MLC കേസുകൾ അല്ലെ, മെഡിക്കോ ലീഗൽ കേസുകൾ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അത് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ അല്ലെ, അത് ശരിയായ രീതിയിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ എന്ന് ഉറപ്പ് വരുത്തേണ്ടതും ആരാണ്, എമർജൻസി റൂം ക്ലർക്കാണ്. ഓക്കെ ആണോ? നമ്മുടെ ആക്സിഡന്റ് കൊണ്ടുവന്നിട്ടുണ്ട്, അല്ലെങ്കിൽ റേപ്പ് അറ്റംപ്റ്റ്, അല്ലെങ്കിൽ സൂയിസൈഡ്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കേസുകൾ, നമ്മുടെ മെഡിക്കോ ലീഗൽ കേസുകൾ കൊണ്ടുവന്നിട്ട് അത് ശരിയായ രീതിയിൽ രജിസ്ട്രേഷൻ നടന്നിട്ടുണ്ടോ, രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ, രേഖപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് നോക്കേണ്ടത് എമർജൻസി റൂം ക്ലർക്കോ അല്ലെങ്കിൽ സെക്രട്ടറിയോ ആണ്. നെക്സ്റ്റ് പറയുന്നത് എന്താണ്, മെയിന്റനൻസ് ഓഫ് റെക്കോർഡ്സ് ലൈക്ക് ദാമ പേഷ്യൻസ് അല്ലെ. ദാമ എന്ന് പറഞ്ഞാൽ ഡിസ്ചാർജ് എഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ് കേട്ടോ, ഡിസ്ചാർജ് എഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ്. ചില സിറ്റുവേഷൻസിൽ നമ്മുടെ ഹോസ്പിറ്റലിലെ എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ കൊണ്ടുവന്നിട്ട് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമല്ലാതെ അവിടെ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് പോവുമല്ലോ പേഷ്യന്റോ പേഷ്യന്റിന്റെ റിലേറ്റീവ്സോ. ഇപ്പൊ നമുക്ക് തന്നെ തോന്നാണ്, ഒരു ഹോസ്പിറ്റലിൽ നമ്മുടെ ആർക്കെങ്കിലും എന്തെങ്കിലും ക്രിട്ടിക്കൽ സിറ്റുവേഷൻ കൊണ്ടുവന്ന പറ്റിയിട്ട് നമ്മൾ ആ ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുചെന്നിട്ട് നമുക്ക് തോന്നാണ് അവിടുത്തെ സർവീസ് പോരാ, ഇതിലും ബെറ്റർ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് നമുക്ക് അവർക്ക് കൊടുക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാല് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം അല്ലാണ്ട് നമുക്ക് കൊണ്ടുപോയില്ലേ, വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യില്ലേ, ചെയ്യും അല്ലെ. അപ്പൊ അങ്ങനെ എന്താണ് നമ്മുടെ പറയാട്ടോ, ഡോക്ടറുടെ നമ്മുടെ മെഡിക്കൽ അഡ്വൈസർ, അതായത് ആ ഒരു ഡോക്ടറുടെ കൺസൾട്ടന്റിന്റെ നിർദ്ദേശപ്രകാരമല്ലാതെ നമ്മ ഒരു പേഷ്യന്റിനെ എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് കൊണ്ടുപോകുകയാണെങ്കിൽ ആ ഒരു പേഷ്യന്റിന്റെ റെക്കോർഡുകൾ എന്ത് ചെയ്യണം, വിവരങ്ങൾ നമ്മൾ റെക്കോർഡ് ചെയ്ത് സൂക്ഷിക്കണം അല്ലെ. ചിലപ്പോ എന്താണ് കൊണ്ടുപോകുന്ന ആ ഒരു സ്പോട്ട്, ആ ഒരു സമയത്ത് ചിലപ്പോ പേഷ്യന്റിന് മരണം സംഭവിച്ചു കഴിഞ്ഞാല് ചിലപ്പോ ഈ ഹോസ്പിറ്റലിനെതിരെ പരാതികൾ വരാലോ, കംപ്ലൈന്റ്സുകൾ വരാം അല്ലെ. അവിടുന്ന് ശരിയായ ട്രീറ്റ്മെന്റ് കൊടുത്തിട്ടില്ല, അതുകൊണ്ടാണെന്നൊക്കെ പറഞ്ഞ കംപ്ലൈന്റ് വരാലോ. അപ്പൊ അതൊക്കെ ഇല്ലാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് എന്താണ്, ഡിസ്ചാർജ് എഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ്. അപ്പൊ ആ ഒരു ഡിസ്ചാർജ് അഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ് പേഷ്യൻസ് അല്ലെ, അങ്ങനെയുള്ള റെക്കോർഡ്സുകൾ മെയിൻറ്റെയിൻ ചെയ്യുക, നിലനിർത്തുക എന്നുള്ളതും ശരിയായ രീതിയിൽ നിലനിർത്തുക എന്നുള്ളതും നമ്മുടെ എമർജൻസി റൂം ക്ലർക്കിന്റെ റെസ്പോൺസിബിലിറ്റിയാണ്. ഓക്കെ ആണോ? എല്ലാവർക്കും ഓക്കെ ആണോ? ക്ലിയർ ആവുന്നുണ്ടോ? എന്താണോ മിസ് ചോദിക്കുന്നത്? ജസ്റ്റ് മിസ് മാത്രമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, നിങ്ങളുടെ അടുത്ത് നിന്ന് ജസ്റ്റ് റെസ്പോൺസ് ആണല്ലേ മിസ്സിന് കിട്ടുന്നത്. ഓക്കെ ആണോ, യെസ് ആണോ, ക്ലിയർ ആണോ എന്നുള്ള. അപ്പൊ അതുകൊണ്ടാണ് കേട്ടോ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്നത് ഓരോ പോയിന്റ് കഴിയുമ്പോഴും. നെക്സ്റ്റ് പറയുന്നത് എന്താണ്, നിങ്ങളുടെ നമ്മ സാധാ ക്ലാസ്സിൽ ഇരിക്കുന്നതായിട്ട് നിങ്ങളുടെ എക്സ്പ്രഷൻസ് ഒന്നും മിസ് കാണുന്നില്ലല്ലോ. ജസ്റ്റ് നിങ്ങളുടെ മെസ്സേജിലൂടെ മാത്രമല്ലേ മിസ് മനസ്സിലാക്കുന്നത്, അതുകൊണ്ടാണ് കേട്ടോ. നെക്സ്റ്റ് എന്താണ്, മെഡിക്കോ ലീഗൽ കേസസ് ഈസ് മെയ്ഡ് ബേസ്ഡ് ഓൺ ദ പേഷ്യൻസ് കണ്ടീഷൻ ഓർ അൺനാച്ചുറൽ കോസ് ഓഫ് ഇഞ്ചുറി, RTA എക്സെട്ര അല്ലെ. എന്താണ്, നമ്മ ഒരു കേസ് മെഡിക്കോ ലീഗൽ കേസുകളാണോ എന്ന് എങ്ങനെയാണ് നമ്മ പറയുന്നത്, എന്തിന്റെ അടിസ്ഥാനത്തിലാണ് മെഡിക്കോ ലീഗൽ കേസുകൾ എന്ന് പറയുന്നത്? ആ ഒരു പേഷ്യന്റിന്റെ കണ്ടീഷൻ അനുസരിച്ച് അല്ലെ. അതല്ലെങ്കിൽ എന്താണ്, അവർക്ക് വന്നിരിക്കുന്ന ഇൻജുറീസ് അൺനാച്ചുറൽ അല്ലെങ്കിൽ സ്വാഭാവികമല്ലെങ്കിൽ അല്ലേ നമ്മ പറയുന്നത് ഇതെന്താണ് മെഡിക്കോ ലീഗൽ കേസുകളാണ് എന്ന് പറയുന്നത് അല്ലെ.
അതിൽ ഉൾപ്പെടുത്തുന്നത് അല്ലെ? ഇപ്പൊ സ്വാഭാവികമായിട്ടുള്ള ഇപ്പൊ എന്താണ് ആക്സിഡന്റ് ആൻഡ് എമർജൻസിയിൽ നമുക്കറിയാം കാർഡിയാക് അറസ്റ്റുമായി ബന്ധപ്പെട്ട് പേഷ്യന്റിനെ കൊണ്ടുവരാം, അല്ലെങ്കിൽ അബ്ഡോമിനൽ പെയിനുമായിട്ട് ബന്ധപ്പെട്ട് കൊണ്ടുവരാം, അല്ലെങ്കിൽ റെസ്പിറേറ്ററി ഫെയിലറുമായിട്ട് പേഷ്യന്റിനെ കൊണ്ടുവരാം അല്ലെ? അപ്പൊ നമ്മ അത് മെഡിക്കൽ ലീഗൽ കേസുകളിൽ ഉൾപ്പെടുത്താറുണ്ടോ? ഉണ്ടോ? ഇല്ല. അതെന്താണ്? സ്വാഭാവികമായിട്ടുള്ള ഹെൽത്ത് ഇഷ്യൂസ് ആണ് അല്ലെ? സ്വാഭാവികമായിട്ടുള്ള നാച്ചുറൽ ആയിട്ടുള്ള ഹെൽത്ത് ഇഷ്യൂസ് ആണ് അല്ലെ? പക്ഷെ എന്താണ് ആക്സിഡന്റ്, റേപ്പ് അറ്റംപ്റ്റ് അല്ലെങ്കിൽ കയ്യേറ്റം, ആ ആളുകൾ തമ്മിൽ വാക്തർക്കം നടത്തുന്ന എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വരാം, അതൊക്കെ എന്താണ് അൺനാച്ചുറൽ ആണ് അല്ലെ? അസ്വാഭാവികമായിട്ടുള്ള ഇഞ്ചുറീസ്, അസുഖങ്ങളൊക്കെ അല്ലേ? അപ്പൊ എന്താണ് ആ ഒരു പേഷ്യന്റിന്റെ കണ്ടീഷൻ അനുസരിച്ച് അല്ലെങ്കിൽ അസ്വാഭാവിക ആ ഒരു ഇഞ്ചുറീസിന്റെ അൺനാച്ചുറൽ അതായത് അസ്വാഭാവികത അനുസരിച്ചാണ് നമ്മൾ ആ കേസുകളെ മെഡിക്കൽ ലീഗൽ കേസുകളിൽ ഉൾപ്പെടുത്തുന്നത്. നെക്സ്റ്റ് പറയുന്നത് റോഡ് ട്രാഫിക് RTA റോഡ് ട്രാഫിക് ആക്സിഡന്റ് ട്ടോ, ആക്സിഡന്റ് കേസുകൾ അല്ലെ? റോഡ് ട്രാഫിക് ആക്സിഡന്റ് ക്വസ്റ്റ്യൻ വരുന്നതാണ് കേട്ടോ. RTA വരാം, ഡാമ വരാം, MLC വരാം, അതൊക്കെ സ്റ്റാൻഡേർഡ് ഫോം ചോദിക്കുന്നതാണ് കേട്ടോ. നെക്സ്റ്റ് പറയുന്നത് നോക്കിയേ, റെക്കോർഡ്സ് ഓഫ് സച്ച് കേസസ് ആർ എൻറ്റേർഡ് ഇൻ ദ മെഡിക്കോ ലീഗൽ രജിസ്റ്റർ വിത്ത് ദ ഡീറ്റെയിൽസ് ഓഫ് ദി പേഷ്യന്റ് ആൻഡ് ആക്സിഡന്റ് ആൻഡ് ദ പേഷ്യന്റ് കേസ് ഫയൽ ഈസ് സ്റ്റാമ്പ്ഡ് ആസ് മെഡിക്കോ ലീഗൽ. അപ്പൊ ഇത്തരത്തിലുള്ള കേസുകൾ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ മെഡിക്കോ ലീഗൽ രജിസ്റ്ററിൽ റെക്കോർഡ് ചെയ്ത് സൂക്ഷിക്കുന്നു അല്ലെ? അപ്പൊ അതിൽ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ഉൾപ്പെടുത്തുന്നുണ്ട്? പേഷ്യൻസിന്റെ പേര് ഉൾപ്പെടുത്തുന്നുണ്ട്, അവർക്ക് എന്ത് ബുദ്ധിമുട്ടാണ്, ആക്സിഡന്റ് ആണോ അല്ലെങ്കിൽ അവർക്ക് എന്ത് ഹെൽത്ത് കണ്ടീഷൻ ആണ് വന്നിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തി നമ്മ ആ ഒരു രജിസ്റ്റർ എന്ത് പറഞ്ഞ് സീൽ ചെയ്യുന്നു? മെഡിക്കോ ലീഗൽ കേസ് എന്ന് പറഞ്ഞ് സ്റ്റാമ്പ് ചെയ്യുന്നു. ഓക്കെ ആണോ? ചിലപ്പോ എന്താണ് ഭാവിയിൽ ചിലപ്പോ അത് കേസുകൾ ഇപ്പൊ നമ്മുടെ ആക്സിഡന്റ് ഒക്കെ ആണെങ്കിൽ അവർക്ക് ക്ലെയിം ചെയ്യണമെങ്കിലൊക്കെ എന്ത് ചെയ്യണം? ഇതൊക്കെ കാണിക്കണം അല്ലെ? ഈ ഫയലൊക്കെ കാണിക്കണ്ടേ? വേണോ? വേണോ? റോഡ് ട്രാഫിക് ആക്സിഡന്റ് RTA റോഡ് ട്രാഫിക് ആക്സിഡന്റ് അല്ലെ? അപ്പൊ അങ്ങനെയുള്ള ഇപ്പൊ റേപ്പ് അറ്റംപ്റ്റ് ആണ് നടന്നതെങ്കിൽ എന്താണ് പിന്നീടല്ല അല്ലെ? ആ ഒരു അറ്റ് ദ സ്പോട്ടിൽ തന്നെ പോലീസിന് വിവരം അറിയിച്ച് അത് കേസാവുന്നുണ്ട് അല്ലേ? ഇല്ലേ? അറ്റ് ദ സ്പോട്ടിൽ ആ ഒരു പേഷ്യന്റിനെ കൊണ്ടുവരുമ്പോ തന്നെ അവിടെ ഇൻചാർജ് ഏത് ഡോക്ടർ ആണോ ഇൻചാർജ് അല്ലെ, അവര് പോലീസിന് വിവരം അറിയിച്ച് അപ്പൊ തന്നെ പോലീസ് വന്ന് അത് കേസ് ആക്കുന്നുണ്ട് അല്ലെ? അപ്പൊ എന്താണ് പിന്നീട് ഈ ഒരു ഫയലൊക്കെ അവർക്ക് ആവശ്യമായിട്ട് വരാലോ, കോടതിയിൽ ഹാജരാക്കാൻ അല്ലെ? അതല്ലെങ്കിൽ എന്താണ് അല്ലേ, അതിന്റെ കോപ്പികളൊക്കെ അവരെടുക്കാറുണ്ട് അല്ലെ? കോപ്പികളൊക്കെ എടുത്ത് കോടതിയിൽ പ്രൂഫായിട്ട് കാണിക്കാറില്ലേ? അപ്പൊ അതെന്താണ് ഈ ഒരു കേസുകൾ, ഇങ്ങനെയുള്ള കേസുകൾ എന്താണ് പേഷ്യന്റിന്റെ വിവരങ്ങൾ, പേഷ്യൻസിന്റെ പേര്, അവർക്ക് എന്ത് ഹെൽത്ത് കണ്ടീഷൻ ആയിട്ടാണ്, എന്ത് ബുദ്ധിമുട്ടായിട്ടാണ് അവരെ കൊണ്ടുവന്നിരിക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എഴുതി മെഡിക്കോ ലീഗൽ കേസ് എന്ന് പറഞ്ഞ് സ്റ്റാമ്പ് ചെയ്ത് സൂക്ഷിക്കുന്നു. ഓക്കെ അല്ലേ? The local police station is informed immediately. എങ്ങനെയുള്ള കേസുകൾ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അതെന്ത് ചെയ്യുന്ന അതിന്റെ അടുത്തുള്ള ലോക്കൽ പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് വിവരം അറിയിക്കുന്നു. കാഷ്വാലിറ്റി ഇൻചാർജ് will be informing the police അല്ലെ? കാഷ്വാലിറ്റി ഇൻചാർജ് ആരാണോ ആ ഒരു സമയത്ത് ആ ഒരു ആളായിരിക്കും വിളിച്ച് പോലീസിനെ ഇൻഫോം ചെയ്യുന്നത്. ബേസ്ഡ് ഓൺ കാഷ്വാലിറ്റി ഇൻചാർജ് ഓർ ട്രീറ്റിംഗ് കൺസൾട്ടന്റ് ഇൻസ്ട്രക്ഷൻസ് അല്ലെ? എന്താണ് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ആ ഒരു കാഷ്വാലിറ്റി ഇൻചാർജ് അല്ലെങ്കിൽ അവരെ ട്രീറ്റ് ചെയ്യുന്ന കൺസൾട്ടന്റിന്റെ നിർദ്ദേശപ്രകാരമോ ആണ് ഡോക്ടറിനെ പോലീസിനെ വിവരം അറിയിക്കുന്നത്. ഓക്കെ ആണോ? ആ ഒരു ചാപ്റ്റർ എല്ലാവർക്കും ക്ലിയർ ആണോ? റോഡ് ട്രാഫിക് ആക്സിഡന്റ്, നമ്മുടെ ട്രാഫിക് ആക്സിഡന്റുകൾ സംഭവിക്കില്ലേ, റോഡിൽ വെച്ച് ആക്സിഡന്റുകൾ സംഭവിക്കില്ലേ, അതാണ് റോഡ് ട്രാഫിക് ആക്സിഡന്റ്. ആക്സിഡന്റ് കേസുകളൊക്കെ വന്നു കഴിഞ്ഞാൽ എന്താണ് നമ്മൾ മെഡിക്കോ ലീഗൽ കേസ് എന്ന് പറഞ്ഞാണ് അല്ലെ ഫയൽ ചെയ്യുന്നത്.
ഓക്കെ, ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കണോ? ക്ലിയർ ആണോ? നമുക്ക് നെക്സ്റ്റ് ചാപ്റ്റർ തുടങ്ങാമോ? അതൊന്ന് വായിച്ചു നോക്കണോ? വായിച്ചു നോക്കുന്നുണ്ടോ? ഒരു 2 മിനിറ്റ് ഒന്ന് വായിച്ചു നോക്കിയേ. എന്നിട്ട് മിസ് നെക്സ്റ്റ് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ എന്ന് ചോദിക്കുക. എന്നിട്ട് നമുക്ക് നെക്സ്റ്റ് ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാം. നെക്സ്റ്റ് മിസ് എടുക്കുന്ന ചാപ്റ്റർ ഫാർമസി ആണ്. നിങ്ങൾക്ക് എല്ലാം പരിചിതമായിട്ടുള്ള അല്ലെ? ട്രയേജ് മീൻസ് എന്താണ്? ആ ഒരു ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ കൊണ്ടുവരുന്ന പേഷ്യൻസിനെ അവരെ ഹെൽത്ത് കണ്ടീഷൻ അനുസരിച്ച് തരം തിരിക്കുന്ന ആ ഒരു പ്രവർത്തനം, ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ട്രയേജ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ഇപ്പൊ കൊണ്ടുവരുന്ന പേഷ്യൻസിൽ ചിലപ്പോ ക്രിട്ടിക്കൽ കണ്ടീഷൻ ഉള്ളവരെ ആയിരിക്കാം അല്ലെ? ചിലപ്പോ എന്താണ് മേജർ ആയിട്ടുള്ള പരിക്കുകൾ ഉള്ളവരായിരിക്കും, മേജർ ആയിട്ടുള്ള എന്തെങ്കിലും അസുഖങ്ങളോ പരിക്കുകളോ ഉള്ളവരായിരിക്കും, അല്ലെങ്കിൽ എന്താണ് മൈനർ ആയിട്ടുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉള്ളവരായിരിക്കാം. അപ്പൊ അവർക്ക് നമുക്ക് മൈനർ ആയിട്ടുള്ള പരിക്കുകളൊക്കെ ആണെങ്കിൽ അവർക്ക് നമുക്ക് ക്രിട്ടിക്കൽ സ്റ്റേജിലുള്ള പേഷ്യന്റിന്റെ അത്രയും ഇമ്പോർട്ടൻസ്, അത്രയും കെയറിങ് കൊടുക്കണോ? വേണ്ട അല്ലെ? അപ്പൊ എന്താണ് ആ ഒരു വേണ്ട. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ ആ ഒരു ഹെൽത്ത് കണ്ടീഷൻ അനുസരിച്ച് അവർക്ക് ആവശ്യമായിട്ടുള്ള ട്രീറ്റ്മെന്റുകൾ പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവരെ തരംതിരിക്കുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് ട്രയേജ് എന്ന് പറയുന്നത്. SOP എന്ന് പറഞ്ഞാല് സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ. ഒരു ഡിപ്പാർട്ട്മെന്റിൽ അല്ലെങ്കിൽ ഒരു സെക്ഷനിൽ നടത്തുന്ന ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ, പ്രവർത്തന നടപടിക്രമങ്ങൾ എന്തെല്ലാമാണ്? റോള് മിസ് ഫുള്ള് പറഞ്ഞു. പറഞ്ഞു പറ്റിയാമിന മിസ് പറഞ്ഞല്ലോ ഫുള്ള്. ഓക്കെ, മിസ് പറഞ്ഞു കേട്ടോ, ഫുള്ള് പറഞ്ഞു. അപ്പൊ ഒന്ന് റെക്കോർഡഡ് ക്ലാസ് കാണാം, അല്ലെങ്കിൽ വായിച്ചു നോക്കിയിട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക. എന്താണ് ഫാർമസി എടുത്താലോ? എന്താണ് ഫാർമസി? ഇവിടെ എന്ത് സർവീസ് ആണ് നമുക്ക് അവിടെ നിന്ന് ലഭിക്കുന്നത്? അവിടെ എന്തൊക്കെ കാര്യങ്ങൾ നടക്കുന്നുണ്ട് അറിയാമോ? ഫാർമസിയിൽ, ഒരു ഹോസ്പിറ്റൽ ഫാർമസിയിലാണ് മെഡിസിൻ പ്രൊവൈഡ് ചെയ്യുന്നു അല്ലെ പേഷ്യൻസിന്. ഇൻപേഷ്യന്റില് വാർഡുകളിലേക്ക്, ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിലേക്ക് അല്ലെ, അല്ലെങ്കിൽ ഹോസ്പിറ്റലിലെ മറ്റ് സെക്ഷനിലേക്ക് ആവശ്യമായിട്ടുള്ള മരുന്നുകൾ പ്രൊവൈഡ്, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. അത് മാത്രമാണോ നടക്കുന്നത്? അത് മാത്രമാണോ? ആണോ? അല്ല അല്ലെ? മരുന്നുകളെ കുറിച്ചുള്ള അതിന്റെ യൂസേജിനെ കുറിച്ച് അല്ലെ, അതല്ലെങ്കിൽ മരുന്നുകളെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ് എല്ലായിടത്തേക്കും പാസ് ചെയ്യുന്നുണ്ട് അല്ലെ? ഫാർമസിയിൽ നിന്നല്ലേ കൊടുക്കുന്നത്? ഏതൊക്കെ മരുന്നുകൾ അവിടെ സ്റ്റോക്ക് ഉണ്ട് അല്ലെ? അങ്ങനെയുള്ള വിവരങ്ങൾ കൊടുക്കുക. ഓരോ മരുന്നുകളുടെയും യൂസേജിനെ കുറിച്ച്, ഉപയോഗത്തെ കുറിച്ച് അല്ലെ? പിന്നെ എന്താണ്, നമുക്ക് ഓരോ സെക്ഷനിലേക്കും ആവശ്യമായിട്ടുള്ള മരുന്നുകളുടെ ലഭ്യത ഉറപ്പുവരുത്തുന്നുണ്ടോ? അതിന്റെ കോസ്റ്റിന്റെ അടിസ്ഥാനത്തിൽ അല്ലെ, വിലയുടെ അടിസ്ഥാനത്തില്, അതിന്റെ ക്വാളിറ്റിയുടെ അടിസ്ഥാനത്തില്, ആവശ്യകതയുടെ അടിസ്ഥാനത്തില് ഓരോ സെക്ഷനിലേക്ക്, ഇപ്പൊ ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിലേക്ക് അല്ലെങ്കിൽ വാർഡുകളിലേക്ക് അല്ലെങ്കിൽ ഔട്ട് പേഷ്യൻസിന് എല്ലാവർക്കും മരുന്നുകൾ ലഭ്യമാക്കുന്നുണ്ടോ? അതിന്റെ സെക്യൂരിറ്റി അല്ലെ, സുരക്ഷിതത്വത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്കറിയാം അല്ലെ? നമ്മ പുറത്തുനിന്ന് മരുന്നുകൾ മരുന്നുകൾ എന്നല്ല, ഏതൊരു പ്രൊഡക്റ്റുകളാണെങ്കിലും അതിനൊരു ഫേക്ക് പ്രൊഡക്റ്റ് ഉണ്ടാവില്ലേ? ഉണ്ടാവോ? അത്രയും സ്റ്റാൻഡേർഡ് ഇല്ലാത്ത അല്ലെ, അത്രയും ക്വാളിറ്റി ഇല്ലാത്ത ചീപ്പായിട്ടുള്ള സാധനങ്ങൾ നമുക്ക് വിപണിയിൽ കിട്ടുന്നില്ലേ? കോപ്പി എന്നൊക്കെ പറയില്ലേ?
ഉണ്ട്. അപ്പൊ എന്താണ്, അവർക്ക് ലഭ്യമാകുന്ന മരുന്നുകളുടെ ഗുണനിലവാരവും സേഫ്റ്റിയും ഉറപ്പുവരുത്തണോ? ക്വാളിറ്റി കൺട്രോൾ അല്ലെ, സേഫ്റ്റി സുരക്ഷിതത്വം അല്ലെ, ക്വാളിറ്റി ഒക്കെ ചെയ്യണ്ടേ? അപ്പൊ അതൊക്കെ ആരാ ചെയ്യുന്നത്? അതൊക്കെ നമ്മുടെ ഫാർമസിയിലെ പ്രവർത്തനങ്ങളാണ് കേട്ടോ. എന്താണ്, മരുന്നുകളുടെ ഗുണനിലവാരം ടെസ്റ്റ് ചെയ്യുക അല്ലെ, ടെസ്റ്റിംഗ് നടത്തുക, സ്റ്റാൻഡേർഡ് ഉണ്ടോ എന്ന് പരിശോധിക്കുന്നത്. പിന്നെ എന്താണ്, മരുന്നുകൾ സ്റ്റോർ ചെയ്യുന്നുണ്ടോ, ശരിയായ രീതിയിൽ സ്റ്റോർ ചെയ്യുന്നുണ്ടോ? നമ്മൾ വാങ്ങിക്കുന്ന മരുന്നുകൾ തന്നെ നമുക്കറിയാം അല്ലെ, ചില മരുന്നുകൾ നെക്സ്റ്റ് ചാപ്റ്റർ ആണ് കേട്ടോ, ഫാർമസി എന്നുള്ള നെക്സ്റ്റ് ചാപ്റ്റർ ആണ്. എന്താണ്, നമ്മൾ വാങ്ങിക്കുന്ന മരുന്നുകൾ നമുക്കറിയാം, ജനറൽ മെഡിസിൻ ഉണ്ട്, കൂടാതെ കോൾഡ് സ്റ്റോറേജ് ഡ്രഗ്സുകളൊക്കെ ഉണ്ട് അല്ലെ, വാക്സിന്, ഇൻസുലിന് അല്ലെ, അതൊക്കെ എവിടെയാണ് സൂക്ഷിക്കുന്നത്? തണുപ്പിച്ചാണ് സൂക്ഷിക്കുന്നത് അല്ലെ, റെഫ്രിജറേറ്ററിലൊക്കെ അല്ലേ സൂക്ഷിക്കുന്നത്? ആണോ? ആണ്. അപ്പൊ അത് ഓരോ മരുന്നുകളും അത് ശരിയായ രീതിയിൽ സ്റ്റോറേജ് ചെയ്യണ്ടേ? ഹോസ്പിറ്റലില് സ്റ്റോക്കുള്ള മരുന്നുകളെ ശരിയായ രീതിയിൽ സ്റ്റോറേജ് ചെയ്യണ്ടേ? അതാരാ ചെയ്യുന്നത്? നമ്മുടെ ഫാർമസിയിലെ ഫാർമസിയാണ് അല്ലെ. പിന്നെ എന്താണ്, ചില ഹോസ്പിറ്റലുകളിൽ എന്ത് ചെയ്യുന്നുണ്ട്, മരുന്നുകള് മാനുഫാക്ചറിങ് നടത്തുന്നുണ്ട് അല്ലെ. അവരൊരുപാട് റിസർച്ചുകളൊക്കെ ചെയ്ത്, ചീഫ് ഫാർമസിസ്റ്റും കെമിസ്റ്റും ഒക്കെ കൂടി ഒരുപാട് റിസർച്ചുകളൊക്കെ ചെയ്തിട്ട് എന്താണ്, മരുന്നുകൾ മാനുഫാക്ചറിങ് ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പൊ ആ ഒരു പ്രവർത്തനവും ആരുടെ അണ്ടറിലാണ് നടത്തുന്നത്? ഫാർമസിയുടെ അണ്ടറിലല്ലേ, ഫാർമസിയുടെ അണ്ടറിലാണ് അല്ലെ. പിന്നെ എന്താണ്, പാക്കേജിങ് ഉണ്ട് അല്ലെ, മരുന്നുകൾ പാക്കേജിങ് ചെയ്യണ്ടേ? അപ്പൊ അതൊക്കെ നടത്തുന്നത്. അപ്പൊ എന്താണ്, ആദ്യം നമ്മൾ പറഞ്ഞു പ്രൊവൈഡ് ചെയ്യുക. അപ്പൊ പ്രൊവൈഡ് ചെയ്യുക മാത്രമല്ല അല്ലെ, മരുന്നുകളുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഫാർമസ്യൂട്ടിക്കൽ പ്രൊഡക്ട്സുകളുമായി ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങളും നടക്കുന്നത് നമ്മുടെ ഫാർമസി ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിലാണ്. ഓക്കെ ആണോ? സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ, സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ നോക്കിയേ, pharmacy അല്ലെ, ഫസ്റ്റ് നോക്കി ഇൻട്രൊഡക്ഷൻ. ഹോസ്പിറ്റൽ ഫാർമസി ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഡിപ്പാർട്ട്മെന്റ് എമംഗ് സെവറൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ദി ഹോസ്പിറ്റൽ അല്ലെ. നമുക്കറിയാം നമ്മുടെ ഹോസ്പിറ്റൽ ഒരുപാട് ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ട് അല്ലെ, ഡയറ്ററി ഉണ്ട്, റേഡിയോളജി ഉണ്ട്, ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഉണ്ട് അല്ലെ. അപ്പൊ നമ്മുടെ എന്താണ്, ഹോസ്പിറ്റലിലെ സെവറൽ ഡിപ്പാർട്ട്മെന്റ്സുകളിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഡിപ്പാർട്ട്മെന്റുകളിൽ ഒന്നാണ് ഫാർമസി. ഓക്കെ അല്ലേ? നെക്സ്റ്റ് പറയുന്നത് എന്താണ്, ഹോസ്പിറ്റൽ ഫാർമസി ഈസ് ഡിഫൈൻഡ് ആസ് ദ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ദി ഹോസ്പിറ്റൽ വിച്ച് ഹാൻഡിൽസ് അല്ലെ. എന്താണ്, നമ്മുടെ ഹോസ്പിറ്റൽ ഫാർമസി എന്ന് പറയുന്നത് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹോസ്പിറ്റൽ, നമ്മുടെ ഹോസ്പിറ്റലിലെ തന്നെ ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്. അതിൽ വിച്ച് ഹാൻഡിൽസ്, ഇവർ എന്തൊക്കെ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്? പ്രൊക്വയർമെന്റ് അല്ലെ, ലഭ്യത ഉറപ്പുവരുത്തുന്നുണ്ട് അല്ലെ. മിസ് പറഞ്ഞു നമുക്ക് എന്താണ്, മരുന്നുകളുടെ കോസ്റ്റിന്റെ അടിസ്ഥാനത്തിൽ, അതിന്റെ സേഫ്റ്റിയുടെ അടിസ്ഥാനത്തിൽ അല്ലെ, അതിന്റെ എഫക്റ്റീവിന്റെ അടിസ്ഥാനത്തിൽ, അതിന്റെ ക്വാളിറ്റിയുടെ അടിസ്ഥാനത്തിൽ എല്ലാ സ്ഥലത്തേക്കും മരുന്നുകൾ ലഭ്യമാക്കുന്നുണ്ടോ? അല്ലേ, ഉണ്ട് അല്ലെ. അപ്പൊ എന്താണ്, ലഭ്യത അല്ലെ, മരുന്നുകളുടെ ലഭ്യത ഉറപ്പുവരുത്തുന്നുണ്ട്. കൂടാതെ എന്ത് ചെയ്യുന്നുണ്ട്, മരുന്നുകളുടെ സ്റ്റോറേജ് അല്ലെ, സംഭരണം നടത്തുന്നുണ്ട്. നെക്സ്റ്റ് എന്താണ്, കോമ്പൗണ്ടിങ്. നമ്മ പറഞ്ഞു മാനുഫാക്ചറിങ് ചെയ്യാന്ന് പറഞ്ഞു. മാനുഫാക്ചറിങ് ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം പല കണ്ടന്റുകൾ, പല കെമിക്കൽസുകൾ യൂസ് ചെയ്തിട്ടായിരിക്കും അല്ലെ മരുന്നുകൾ നിർമ്മിക്കുന്നത്. നമുക്ക് ഒരൊറ്റ കണ്ടന്റ് ഉപയോഗിച്ച് മരുന്ന് ഉപയോഗിക്കാൻ പറ്റുമോ? നമ്മ മരുന്നുകൾ മേടിക്കുമ്പോ അതിന്റെ ആ ഒരു കവറുമ്പോ തന്നെ കണ്ടിട്ടുണ്ട് അല്ലെ കണ്ടന്റുകൾ എന്താണെന്ന്. ഒരു കണ്ടന്റ് മാത്രം ഉപയോഗിച്ചിട്ടുള്ള മരുന്ന് കണ്ടിട്ടുണ്ടോ നമ്മ? ഉണ്ടോ? ഇല്ല അല്ലെ. അപ്പൊ എന്താണ്, പല കണ്ടന്റുകളും ശരിയായ പ്രപ്പോർഷനില് കോമ്പൗണ്ട് മിശ്രിതം തയ്യാറാക്കിയാൽ മാത്രമല്ലേ നമുക്ക് മരുന്നുകള് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ, മാനുഫാക്ചർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള കോമ്പൗണ്ട് മിശ്രിതം തയ്യാറാക്കല്. ഇപ്പൊ നമ്മ വീട്ടില് തന്നെ നമ്മ എന്തെങ്കിലും
സ്റ്റാൻഡേർഡ് തന്നെ ആയിരിക്കും അവരിപ്പോ വാങ്ങിക്കുന്നത്. ഇപ്പൊ അവരെന്താണ് നമ്മുടെ ഹോസ്പിറ്റലില് മരുന്നുകൾ വാങ്ങുന്നത് അവര് ചിലപ്പോ ചില സപ്ലയേഴ്സിന്റെ കയ്യിൽ നിന്നൊക്കെ ആയിരിക്കും മരുന്നുകൾ വാങ്ങിക്കുന്നത്. എല്ലാ മരുന്നുകൾ നിർമ്മിക്കുന്നുണ്ടെങ്കിൽ തന്നെ അവർക്ക് എല്ലാ മരുന്നുകളും മാനുഫാക്ചറിങ് ചെയ്യാൻ പറ്റുമോ? ഇല്ല അല്ലേ? ഇല്ല. അപ്പൊ അവരെന്ത് ചെയ്യും? മരുന്നുകള് നമ്മുടെ സപ്ലയേഴ്സിന്റെ അടുത്ത് അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടേഴ്സിന്റെ അടുത്ത് നിന്നൊക്കെ ആയിരിക്കും അവർക്ക് ആവശ്യമായിട്ടുള്ള മരുന്നുകൾ വാങ്ങിക്കുന്നത്. അപ്പൊ അവരെന്ത് ചെയ്യുന്നുണ്ട്? ക്വാളിറ്റി ടെസ്റ്റ് ചെയ്ത് അത് ക്വാളിറ്റി ഉള്ളതാണ് അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ഉള്ളതാണ് എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രമാണ് അതെന്ത് ചെയ്യുന്നത്? ഡിസ്ട്രിബ്യൂട്ട് അല്ലെങ്കിൽ ഡിസ്പെൻസിങ് ചെയ്യുന്നത്. ഓക്കെ ആണോ? ഓതറൈസ്ഡ് ആയിരിക്കും. ഓക്കെ, അങ്ങനെയൊക്കെ ആണെങ്കിലും എന്ത് ചെയ്യുന്നുണ്ട്? അവർ ക്വാളിറ്റി ടെസ്റ്റ് ചെയ്ത് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമാണ് പേഷ്യൻസിന് പ്രൊവൈഡ് ചെയ്യുകയുള്ളൂ. ഓക്കെ അല്ലേപ്പാ? സംശയം തീർന്നോ? അവര് മാനുഫാക്ചറിങ് ചെയ്യുന്ന മരുന്നുകളാണെങ്കിലും അവരെന്ത് ചെയ്യുന്നുണ്ട്? ആ ഒരു പ്രൊഡക്റ്റ് മാനുഫാക്ചറിങ് ചെയ്തതിന് ശേഷം അവർ ക്വാളിറ്റി ടെസ്റ്റ് ഒക്കെ ചെയ്ത് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമായിരിക്കും കേട്ടോ പേഷ്യൻസിനൊക്കെ പ്രൊവൈഡ് ചെയ്യുള്ളൂ. ഓക്കെ, അപ്പൊ ഡിസ്പെൻസിങ് നടത്തുന്നുണ്ട് അല്ലെ? വിതരണം ചെയ്യുന്നുണ്ട്. പിന്നെ എന്താണ്? മാനുഫാക്ചറിങ് ചെയ്യുന്നുണ്ട് അല്ലെ? മിസ് പറഞ്ഞു എന്താണ്? ചില ഫാർമസികളിൽ അല്ലെങ്കിൽ ചില ഹോസ്പിറ്റലുകളിൽ എന്താണ്? മരുന്നുകൾ നിർമ്മിക്കുന്നുണ്ട് അല്ലെ? അപ്പൊ എന്താണ്? ഫാർമസ്യൂട്ടിക്കൽ പ്രോഡക്ട്സുകൾ അല്ലെങ്കിൽ ഡ്രഗ്സുകൾ നിർമ്മിക്കുന്നു. നെക്സ്റ്റ് ഇപ്പൊ എന്താണ്? ടെസ്റ്റിംഗ് അല്ലെ? അത് ക്വാളിറ്റി ഉള്ളതാണോ അല്ലെ? അല്ലെങ്കിൽ പേഷ്യന്റിന്റെ സേഫ്റ്റിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നതാണോ അല്ലെ? സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതാണോ എന്നുള്ള കാര്യങ്ങൾ ടെസ്റ്റ് ചെയ്യുന്നു. അപ്പൊ ടെസ്റ്റിംഗ് നടത്തുന്നുണ്ട്. ഒക്കെയാണോ അത്? പിന്നെ എന്ത് ചെയ്യണം? പാക്കേജിങ് ചെയ്യണം അല്ലെ? പാക്ക് ചെയ്യണ്ടേ? അപ്പൊ പാക്കേജിങ് നടത്തുന്നുണ്ട്. കൂടാതെ എന്ത് ചെയ്യുന്നുണ്ട്? ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഡ്രഗ്സ് അല്ലെ? നമുക്കറിയാം മാനുഫാക്ചറിങ് ചെയ്യുന്നുണ്ടെങ്കിൽ മരുന്നുകള് ഒരു ഹോസ്പിറ്റലില് നിർമ്മിക്കുന്നുണ്ടെങ്കിൽ അവരെന്താണ്? ഒരുപാട് മരുന്നുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടാവും അല്ലെ? ഉത്പാദിപ്പിക്കുന്നുണ്ടാവാലോ. അപ്പൊ അവർക്ക് ആ മരുന്നുകൾ മുഴുവൻ അവർക്ക് ആവശ്യമായിട്ട് വരുമോ? ആവശ്യമായിട്ട് വരുമോ? അവര് പ്രൊഡ്യൂസ് ചെയ്യുന്ന മരുന്ന് ഇല്ല. അപ്പൊ അവരെന്ത് ചെയ്യും? അത് മറ്റുള്ള ഹെൽത്ത് കെയർ ഫെസിലിറ്റീസിനോ അല്ലെങ്കിൽ എന്താണ് ഫാർമസികളിലേക്കോ അല്ലെങ്കിൽ മെഡിക്കൽ സ്റ്റോറിലേക്കോ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യില്ലേ? വിതരണം ചെയ്യല്ലേ? അപ്പൊ അതാണ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഡ്രഗ്സ്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യം കൂടി നമ്മുടെ ഫാർമസിയിൽ കൈകാര്യം ചെയ്യുന്നുണ്ട്. ഓക്കെ ആണോ അത്? നെക്സ്റ്റ് പറയുന്നത് it is also related to education and research in pharmaceutical service. അല്ല എന്താണ്? നമ്മുടെ ഫാർമസ്യൂട്ടിക്കൽ സർവീസുകളുമായി ബന്ധപ്പെട്ട് റിസർച്ചുകൾ ഗവേഷണം നടത്തുന്നത് നമ്മുടെ ഫാർമസിയിലല്ലേ? ഫാർമസിനെ ബന്ധപ്പെട്ടിട്ടായിരിക്കും അല്ലെ? റിലേറ്റ് ചെയ്തിട്ടായിരിക്കും. കൂടാതെ എന്താണ്? നമ്മുടെ ഫാർമസിയിലെ പ്രവർത്തനങ്ങളെ കുറിച്ച് അവിടുത്തെ മരുന്നുകളെ കുറിച്ച് അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് എഡ്യൂക്കേഷൻ കൊടുക്കണ്ടേ സ്റ്റാഫുകൾക്ക് അല്ലെ? ഫാർമസിസ്റ്റുകൾക്ക് കൊടുക്കണ്ടേ? അത് നഴ്സിംഗ് സ്റ്റാഫുകൾക്ക് അല്ലെ? അപ്പൊ അതെല്ലാം നടത്തുന്നത് ആരാണ്? നമ്മുടെ ഫാർമസിയാണ്. ഓക്കെ ആണോ? നമ്മുടെ ഫാർമസ്യൂട്ടിക്കൽ സർവീസുകളുമായി ബന്ധപ്പെട്ട് അല്ലെ? നമ്മുടെ എന്താണ് മരുന്നുകളും അല്ലെങ്കിൽ ഫാർമസ്യൂട്ടിക്കൽ പ്രൊഡക്ട്സുകളുമായി ബന്ധപ്പെട്ട സേവനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള റിസർച്ചുകളിൽ കൂടാതെ ആ ഒരു ഫാർമസ്യൂട്ടിക്കൽ സർവീസുകളെ കുറിച്ചുള്ള എഡ്യൂക്കേഷൻ ഒക്കെ ബന്ധപ്പെട്ടിരിക്കുന്നത് നമ്മുടെ ഫാർമസി ഡിപ്പാർട്ട്മെന്റിലാണ്. നെക്സ്റ്റ് പറയുന്നത് a hospital pharmacy is governed by a professionally efficient and qualified pharmacist അല്ലെ? ഇപ്പൊ നമുക്കൊക്കെ ചെന്ന് ഒരു ഹോസ്പിറ്റൽ ഫാർമസി നടത്താൻ പറ്റുമോ? മരുന്നുകൾ വിതരണം ചെയ്യുക, അവിടെ ടെസ്റ്റിംഗ് നടത്തുക, അല്ലെങ്കിൽ മാനുഫാക്ചറിങ് ചെയ്യുക, സ്റ്റോറേജ് ചെയ്യുക, നമുക്ക് ചെയ്യാൻ പറ്റോ? ഇല്ല അല്ലെ? അതെന്താണ്? പ്രൊഫഷണലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു ഫാർമസിസ്റ്റ് അല്ലെ? എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരാൾക്ക് മാത്രമല്ലേ അതുമായി ബന്ധപ്പെട്ട് പഠിച്ചിട്ടുണ്ടായിരിക്കണം, എക്സ്പീരിയൻസ്ഡ് ആയിരിക്കണം അല്ലെ? അപ്പൊ
എന്താണ് ആ ഒരു ഹോസ്പിറ്റൽ ഫാർമസിയിലെ പ്രവർത്തനങ്ങൾ, അതായത് ഭരണം നടത്തുന്നത് എന്താണ് പ്രൊഫഷണലി എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു ക്വാളിഫൈഡ് ഫാർമസിസ്റ്റ്, യോഗ്യരായിട്ടുള്ള ഒരു ഫാർമസിസ്റ്റ് ആയിരിക്കും ചെയ്യുന്നത്. ഓക്കെ ആണോ? അപ്പൊ നമുക്കറിയാം, നമുക്കൊരു ഫാർമസി പുറത്തൊരു മെഡിക്കൽ ഷോപ്പ് തുടങ്ങണമെങ്കിൽ ആരായിരിക്കും, ആരുടെ പേരിലായിരിക്കും ആ ഒരു മെഡിക്കൽ ഷോപ്പ് തുടങ്ങേണ്ടത്? സർട്ടിഫൈഡ് ആയിട്ടുള്ള ഒരു ഫാർമസിസ്റ്റിന്റെ പേരിൽ മാത്രമാണ് അല്ലെ, ക്വാളിഫൈഡ് ആയിട്ട് അല്ലേ അല്ലേ ആണ് അല്ലെ. അപ്പൊ എന്താണ്, അങ്ങനെയുള്ള ഒരു ക്വാളിഫൈഡ് ഫാർമസിസ്റ്റിന്റെ അണ്ടറിലാണ് നമ്മുടെ ഫാർമസിയിലെ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് എന്താണ്, ഹോസ്പിറ്റൽ ഫാർമസിസ്റ്റ് ആർ അക്കൗണ്ടബിൾ ഫോർ ദി ഓർഡറിംഗ്. ഹോസ്പിറ്റൽ ഫാർമസിസ്റ്റിന്റെ റെസ്പോൺസിബിലിറ്റീസ് അല്ലെ, ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിയേ. ഫോർ ദി ഓർഡറിംഗ്, quality testing, storing and security of drugs and medicine in hospital. ഹോസ്പിറ്റലിലുള്ള അല്ലെങ്കിൽ ആ ഒരു ഹോസ്പിറ്റൽ ഫാർമസിയിലേക്ക് ആവശ്യമായിട്ടുള്ള മരുന്നുകൾ ഓർഡർ ചെയ്യുക അല്ലെ. ഓർഡർ ചെയ്ത മരുന്നുകൾ, അവർക്ക് ലഭിക്കുന്ന മരുന്നുകളുടെ ക്വാളിറ്റി ടെസ്റ്റിംഗ് നടത്തുക അല്ലെ. അവർ മാനുഫാക്ചറിങ് ചെയ്തതാണെങ്കിലും അവർ പല സപ്ലയേഴ്സിൽ നിന്നോ അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടേഴ്സിൽ നിന്ന് വാങ്ങിച്ചിരുന്ന മരുന്നുകളാണെങ്കിലും അത് ക്വാളിറ്റി ടെസ്റ്റിംഗ് നടത്തുക. കൂടാതെ എന്താണ്, ഓരോ മരുന്നുകളും ശരിയായ രീതിയിൽ സ്റ്റോറേജ് നടത്തുക അല്ലെ, സംഭരണം നടത്തുക. നിങ്ങൾ ഹോസ്പിറ്റൽ ഫാർമസിയിൽ അല്ലെങ്കിൽ നിങ്ങൾ ഒരു മെഡിക്കൽ ഷോപ്പിൽ പോകുമ്പോ കണ്ടിട്ടില്ലേ മരുന്നുകൾ സ്റ്റോർ ചെയ്തിരിക്കുന്ന രീതി? അവിടെ വലിച്ചു വാരി ഇട്ടിട്ടുണ്ട് അവര് ആൽഫബറ്റിക് ഓർഡറിലൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കുന്നത് കണ്ടിട്ടില്ലേ? ഓയിൽമെന്റ്സുകൾ വേറെ അല്ലെ, സിറപ്പുകൾ വേറെ അല്ലെ, എന്താണ് ഡ്രഗ്സുകൾ അതിന്റെ ആൽഫബറ്റിക് ഓർഡറിലൊക്കെ അവർ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നതൊക്കെ കണ്ടിട്ടില്ലേ? അപ്പൊ എന്താണ്, മരുന്നുകള് ശരിയായ ഓർഡറിൽ അല്ലെ, ശരിയായ രീതിയിൽ സ്റ്റോറേജ് നടത്തുക. നെക്സ്റ്റ് പറയുന്നത് എന്താണ്, ആൻഡ് സെക്യൂരിറ്റി ഓഫ് ഡ്രഗ്സ് ആൻഡ് മെഡിസിൻസ് ഇൻ ദ ഹോസ്പിറ്റൽ അല്ലെ. എന്താണ്, ആ ഒരു ഹോസ്പിറ്റലിലെ മെഡിസിനുകൾ അല്ലെങ്കിൽ ഡ്രഗ്സുകളുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുക അല്ലെ. നമുക്കറിയാം നർക്കോട്ടിക് ഡ്രഗ്സുകളൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ? പെയിൻ കില്ലേഴ്സ് ആയിട്ട് അല്ലെങ്കിൽ പെയിൻ റിലീഫിന് വേണ്ടി ഉപയോഗിക്കുന്ന മരുന്നുകൾ അല്ലെങ്കിൽ സെഡേഷന് വേണ്ടി ഉപയോഗിക്കുന്ന മരുന്നുകൾ, ഇതൊക്കെ എന്താണ്, മിസ്യൂസ് ചെയ്യപ്പെടാം അല്ലെ, മിസ്യൂസ് ചെയ്യപ്പെടാം. അപ്പൊ അതൊക്കെ നമ്മൾ ശരിയായ രീതിയിൽ നമ്മൾ സ്റ്റോർ ചെയ്ത് അതിന് സുരക്ഷിതത്വം ഉറപ്പുവരുത്തണ്ടേ? അപ്പൊ അതൊക്കെ ആരുടെ ഡ്യൂട്ടിയാണ്? നമ്മുടെ ഹോസ്പിറ്റൽ ഫാർമസിസ്റ്റിന്റെ ഡ്യൂട്ടി ആണ്. ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത്, they must also make sure an adequate supply of medicine അല്ലെ. അവർക്ക് വിതരണം ചെയ്യാൻ, സപ്ലൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള മരുന്നുകളുടെ സ്റ്റോക്ക് ഉണ്ടോ എന്ന് ഉറപ്പുവരുത്തേണ്ടതും ആരാണ്? ഹോസ്പിറ്റൽ ഫാർമസിസ്റ്റ് ആണ് അല്ലെ. നമുക്കറിയാം ഓരോ മരുന്നുകളും ഇത്ര ക്വാണ്ടിറ്റിയിൽ സ്റ്റോക്ക് വേണമെന്ന് അവർക്ക് ഒരു പെർട്ടിക്കുലർ ഓർഡർ ഉണ്ടായിരിക്കും. അപ്പൊ ആ ഒരു ഓർഡറിൽ മരുന്നുകൾ സ്റ്റോക്ക് ചെയ്യേണ്ടതും നമ്മുടെ ഹോസ്പിറ്റൽ ഫാർമസിസ്റ്റിന്റെ ഡ്യൂട്ടി ആണ്. ഒരു മരുന്നുകളും സ്റ്റോക്ക് തീർന്നു പോകാതെ അല്ലെ, അവർക്ക് ആവശ്യമായിട്ടുള്ള അത്ര അളവില്. ഇപ്പൊ ആക്സിഡന്റ് നമുക്ക് കാഷ്വാലിറ്റി ഡിപ്പാർട്ട്മെന്റിലേക്ക് ആവശ്യമായിട്ടുള്ള മെഡിസിൻ വേണമല്ലോ അല്ലേ, എമർജൻസി ഡ്രഗ്സുകൾ വേണം അല്ലെ. അതേപോലെ ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റുകളിലേക്ക് മരുന്നുകൾ കൊടുക്കണ്ടേ, വാർഡുകളിലേക്ക്, റൂംസുകളിലേക്ക് അല്ലെ. പിന്നെ എന്താണ്, ഔട്ട് പേഷ്യന്റ് വരുന്ന പേഷ്യൻസിന് മരുന്നുകൾ കൊടുക്കണോ? ഒപിയിൽ വരുന്ന പേഷ്യൻസിന് മരുന്നുകൾ കൊടുക്കണ്ടേ? വേണം അല്ലെ. അപ്പൊ ഈ എല്ലാ വിഭാഗത്തിലേക്കും ആവശ്യമായിട്ടുള്ള മെഡിസിനുകൾ ഉണ്ടോ എന്ന് ഉറപ്പുവരുത്തേണ്ടത് ആരാണ്? നമ്മുടെ ഹോസ്പിറ്റൽ ഫാർമസിസ്റ്റ് ആണ്. ഓക്കെ ആണോ? ഇന്നെടുത്ത ഭാഗം എല്ലാവർക്കും ഓക്കെ ആണോ? ഫാർമസി, ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ്. ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്ലാസ് മിസ് വൈൻഡ് അപ്പ് ചെയ്യാണ്. ബാക്കി നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു ഓൾ.